ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രി എടുത്തു. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തവരെ ഒന്ന് നോക്കാം. കുറച്ച് പോർഷൻ എടുത്തതിന് ശേഷം നമുക്ക് സൊല്യൂഷൻ ഒന്ന് റീക്യാപ്പ് ചെയ്ത് അതിന്റെ ക്വസ്റ്റൻ ഒക്കെ എഴുതിയിട്ട് അതിന്റെ ചെയ്യാം. ദെൻ ഇന്ന് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചെന്തായിരുന്നു? കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലുള്ള കൺസെപ്റ്റ് നോക്കാം. ഡാനിയൽ സെൽ അല്ലെ? ഡാനിയൽ സെല്ലിൽ പഠിച്ച സമയത്ത് ഒരു വേർഡ് പറഞ്ഞു, ലോൺ. എന്തായിരുന്നു? ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ് അല്ലെ? ദെൻ നെക്സ്റ്റ് നമ്മൾ ഇലക്ട്രോണിന്റെ ഫ്ലോ ഡാഷ് ടു ഡാഷ്. എവിടെ നിന്നാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ? ആനോഡ് ടു കാഥോഡ്. കറണ്ട് ഫ്ലോ എന്തായിരുന്നു? കാഥോഡ് ടു ആനോഡ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇ എം എഫ്, ഇ നോട്ട് സെൽ ഈക്വൽ ടു എന്താ പറഞ്ഞേ? ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആനോഡ്. ദെൻ നെക്സ്റ്റ് എസ് എച്ച് ഇ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ദെൻ ഹൈയസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഏതായിരുന്നു? ഫ്ലൂറിൻ 2.87. ലോവസ്റ്റ് ഏതായിരുന്നു? ലിഥിയം എത്രയായിരുന്നു? -3.05. ദെൻ ഹൈഡ്രജൻ എത്രയായിരുന്നു? 0. അത് കഴിഞ്ഞിട്ട് തേർഡ് ടോപ്പിക് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷനില് ഇക്വേഷൻ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഇ സെൽ ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ എൻ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആനോഡ് അയോൺ ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കാഥോഡ് അയോൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത്രയും വരെ ലാസ്റ്റ് അല്ലെ ക്ലാസ്സിന് തൊട്ട് മുമ്പത്തെ എടുത്താണ്. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിലുള്ള കണ്ടന്റ് എടുത്തത്. എന്തൊക്കെയായിരുന്നു അത് ഓർമ്മയുണ്ടോ? ദെൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ഇ നോട്ട് ഏതായിരുന്നു? ഇ നോട്ട് സെൽ ഈക്വൽ ടു 0.059 ഡിവൈഡഡ് ബൈ എൻ ലോഗ് കെ സി. അത് കഴിഞ്ഞ് ഗിബ്സ് എനർജി ഇക്വേഷൻ ആണ് ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ നോട്ട് സെൽ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയതാണ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു length and inversely proportional to area of cross section. Then R equal to rho into L by A. Then next എന്തായിരുന്നു? G conductance equal to 1 by R. So എന്തായിരുന്നു? G equal to 1 by rho into A by L. Then G equal to kappa into A by L. അല്ലേ? ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് G star സെൽ കോൺസ്റ്റന്റ് ഒക്കെ പറഞ്ഞു. ഞാനൊരു ബാറ്ററി ബൾജ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, അത് നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന ഓരോ കൺസെപ്റ്റും അങ്ങനെ എന്തെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർത്തു വെച്ചാൽ മറക്കില്ല. ജി സ്റ്റാർ ഈക്വൽ ടു ആർ കാപ്പ അല്ലെ? ആർ കാപ്പ. ദെൻ മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഈക്വൽ ടു കെ ബൈ സി. എവിടെ വരെ എടുത്തതെന്ന് എന്റെ ഓർമ്മ ശരിയല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പുതിയ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ചെയ്തില്ലേ, ഒരു റേഡിയസ് ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് മോളാർ കണ്ടക്ടൻസ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അതിന്റെ ഒരു ഗ്രാഫാണ് വെച്ചേക്കുന്നത് കേട്ടോ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ദെൻ മോളാർ കണ്ടക്ടറിന്റെ രണ്ടെണ്ണത്തിന്റെ ഡെഫിനിഷൻസ് ഒക്കെ എഴുതാനുണ്ട്. ദെൻ ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞ കെ സിയിലാണ്. കെ സിയിൽ എന്ന് പറയുമ്പോൾ എന്ത് ഓർത്ത് നോക്കുക? സോൾട്ടുകൾ ഓർത്ത് നോക്കുക. അത് ഇത്രയേ ഉള്ളൂ. സോൾട്ട് വാട്ടറിലിട്ട് എന്ത് പറ്റും? ഡിസോൾവ് ആകും അല്ലെ? ജനറലി സോൾട്ട് ഒക്കെ ഡിസോൾവ് ആകും. അങ്ങനെ ഡിസോൾവ് ആകുമ്പോൾ അത് അയോണുകളായി മാറും. എന്താണ്? അയോൺ. അപ്പൊ കെ സി എൽ വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാല് കെ സി എൽ ആണ് എന്തായിരിക്കും? കെ പ്ലസ് ആൻഡ് സി എൽ മൈനസ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെയാവും എന്ന് പറഞ്ഞാൽ 100 കെ സി എൽ എടുത്താൽ 100 കെ പ്ലസ് ആൻഡ് 100 സി എൽ മൈനസ് ആകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് കംപ്ലീറ്റ് അയണൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? കംപ്ലീറ്റ് അയണൈസേഷൻ. കംപ്ലീറ്റ് ആയിട്ട് അയണാകും. അങ്ങനെ വരുമ്പോൾ അത് ലാർജർ പെർസെന്റേജ്, ഇപ്പൊ നമ്മൾ പറയാം 100 മാർക്ക് കിട്ടി എന്നൊക്കെ പറയില്ല, അതുപോലെ ഫുള്ള് എല്ലാവരും ഡിസോസിയേറ്റ് ചെയ്യും. ഇങ്ങനെ വന്നാൽ അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ ലാർജർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ അവിടെ എന്ത് കിട്ടും? അയോൺ കിട്ടും. അയോണുകളുടെ ഡ്യൂട്ടി ആണ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? പാസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോ കൂടുതൽ അയോൺസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? കണ്ടക്ടൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്തായിരുന്നു? ലാർജർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. വീക്ക് വരുമ്പോ നോക്കിയേ, CH3 COH. ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് CH3 COOH. ഇത് വാട്ടറിൽ ഇടും ഇതുപോലെ തന്നെ CH3 COO മൈനസ് അസറ്റേറ്റ് അയോൺ ആണ്, പ്ലസ് H പ്ലസ്. ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇത് 100 നമ്പർ എടുത്തു കഴിഞ്ഞാൽ 100 നമ്പർ എടുത്തു. അങ്ങനെ 100 നമ്പർ എടുക്കുന്ന സമയത്ത് CH3 CO മൈനസ് ഏകദേശം ഒരു 20% അല്ലെങ്കിൽ 30% അത്ര ഒക്കെ എന്ത് ചെയ്യുള്ളൂ? ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. ബാക്കി ആൾക്കാർ എന്ത് ചെയ്യില്ല? ഡിസോസിയേറ്റ് ചെയ്യില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? വീക്ക് ഇലക്ട്രോലൈറ്റ് അല്ലെ? വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു സ്ട്രോങ് ക്ലാസ്സും വീക്ക് ക്ലാസ്സും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? ഒരു സ്ട്രോങ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെ? എല്ലാവരോടും ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു, എല്ലാവരും എഴുതുന്നു ഫുൾ.
അപ്പൊ എന്തായിരിക്കും ലാർജർ ഡിഗ്രി ഓഫ് അല്ലെ മാർക്ക്. വീക്ക് ആവുമ്പോൾ എന്ത് പറ്റും അല്ലെ, കുറച്ച് പേരൊക്കെ അല്ലെ ഒരു എന്താ പറയാ ഒരു 40% ഒക്കെ വന്നു കഴിഞ്ഞാൽ വീക്ക് അല്ലെ. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ എന്താണ് സ്ട്രോങ് ആണ് ആക്ച്വലി കേട്ടോ. ഓർത്തോക്കെ അല്ലെ, എല്ലാവരും കുറച്ചെങ്കിലും ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. അതുപോലെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എന്താണ് ലോവർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇതെന്തായിരുന്നു? അപ്പോ ഡിഫറൻസ് ബിറ്റ്വീൻ എന്തൊക്കെയായിരുന്നു നോക്കുന്നത്? സ്ട്രോങ് ആൻഡ് വീക്ക്, സ്ട്രോങ് ആൻഡ് വീക്ക് കേട്ടോ. ഓർത്തോക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്ത് പഠിക്കുന്നത്. ഇനി ഇത് എന്തിനാ പഠിക്കുന്നത്? ബാറ്ററി ആണ് അല്ലെ. ബാറ്ററിയിൽ 2 ബീക്കർ കണ്ടില്ലേ, 2 സെല്ല് കണ്ടില്ലേ, ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ്. അതില് നമ്മള് ഇലക്ട്രോലൈറ്റ് ഉണ്ട് അല്ലെ. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു? സിങ്ക് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്. അതുപോലെയുള്ള ഇലക്ട്രോലൈറ്റില് ഇതുപോലെ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ അല്ലെ, അതിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് എഴുതേണ്ടത്. ടെക്സ്റ്റുകൾ ഹെഡിങ് പറയാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ പോയിന്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് എഴുതി പോവാം കേട്ടോ. ഹെഡിങ് എഴുതി പോവുക. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. വേരിയേഷൻ ഓഫ് conductivity and molar conductivity. Variation of conductivity and molar conductivity. ഓൺലൈനിൽ വീഡിയോ ഓൺ ആക്കണം കേട്ടോ എല്ലാവരും. വീഡിയോ ഓൺ ആക്കി വെക്കട്ടോ. മേധ, ആൻഡ്രിയ, വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. ഹെഡിങ് എഴുതി വെക്കുക. ഫസ്റ്റ് പോയിന്റ് അവിടെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ ആണ് എഴുതുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിന്റെ ഡിഫറൻസിലേക്ക് എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഫസ്റ്റ് പോയിന്റ്. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ at a given concentration. At a given concentration. Molar conductivity of a solution at a given concentration is the conductance of the volume of solution containing 1 mole of electrolyte. 1 mole of electrolyte. ആ 1 mole അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. 1 mole of electrolyte. 1 mole അണ്ടർലൈൻ ചെയ്യുക. മെയിൻ പോയിന്റ് ആണ്. kept between 2 electrode. kept between 2 electrode with area of cross section and distance unit length. Area of cross section and distance of unit length. Distance of unit length. നിങ്ങൾക്കറിയാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെ, എ ഉണ്ട്, അതുപോലെ എൽ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ജി ഈക്വൽ ടു കാപ്പ ഇൻറ്റു എ ബൈ എൽ അല്ലെ. ആ പഠിച്ചേക്കുന്നതിൽ എ എത്രയായിട്ട് എടുക്കണം? ഏരിയ 1. ലെങ്ത് എത്രയായിട്ട് എടുക്കണം? 1. അങ്ങനെ എടുത്തിട്ട് 1 മോൾ സബ്സ്റ്റൻസ് എടുത്തു. ആ 1 മോളിന്റെ കണ്ടക്ടൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളാർ കണ്ടക്ടൻസ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഒരു സോൾട്ടിന്റെ മോളാർ കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ സോൾട്ട് എത്ര ഗ്രാം എടുക്കണം? 1 ആണോ? സോൾട്ട് എന്ന് പറഞ്ഞാൽ NaCl, നമ്മുടെ വീട്ടിലെ സോൾട്ട്. NaClന്റെ 1 മോൾ NaCl എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ കിട്ടും 58.5. എങ്ങനെ കിട്ടി? സോഡിയം എത്രയാ? 23. ക്ലോറിൻ എത്രയാ? 35.5. അപ്പൊ എത്ര കിട്ടും? Na എന്ന് പറഞ്ഞാൽ NaCl സോൾട്ട് അല്ലേ. NaCl എന്ന് പറയുമ്പോൾ എത്ര? 23 പ്ലസ് എത്ര വരും? 35.5. അപ്പൊ 58.5 അതാണ് എന്താ? 58.5 എത്ര ഗ്രാം? അത്ര ഗ്രാമിൽ എത്ര ഉണ്ടാവും? 1 മോൾ. അപ്പൊ ഏത് കോമ്പൗണ്ടിന്റെയും 1 മോളിലേക്ക് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 മോളാർ അല്ലെ. ഇത് എവിടെന്നാ പഠിച്ചത്? 11th ഫസ്റ്റ് ചാപ്റ്റർ. മോൾ ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ഒന്ന് പറഞ്ഞേ, മോൾ ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ
മോളിക്കുലർ മാസ്. അപ്പോ അവിടെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് GMM, ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോ ഏത് കോമ്പൗണ്ട്? ഇപ്പോ 1 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ എത്രയാ? 1 മോൾ ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ മാസ് എത്രയാ? 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ 1 മോൾ ഉണ്ടാവും. ഇനി 1 മോൾ കാർബൺ എന്ന് പറഞ്ഞ എത്ര ഗ്രാം ആയിരിക്കും? 12 ഗ്രാം. 1 മോൾ ഓഫ് കെയിൻ ഷുഗർ. കെയിൻ ഷുഗർ എന്താ? C12H22O11. C12H22O11 എത്രയാ? കാണാതെ പഠിക്കുന്നതാണോ? കിട്ടി, പറഞ്ഞു. 342. CaCO3 എത്രയാ മോളിക്കുലർ മാസ്? കാൽസ്യം കാർബണേറ്റ് 100 ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കുറെ എണ്ണൊക്കെ പഠിച്ചു വെച്ചാൽ നല്ലതാ. CaCO3 100 ആണ് ആക്ച്വലി. കാൽസ്യം 40, കാർബൺ എത്ര? 12, ഓക്സിജൻ 3 × 16. ഇത്രയും ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പൊ അതൊക്കെ 1 മോൾ. അപ്പൊ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. 1 മോൾ എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ GMM, ഗ്രാം മോളിക്കുലർ മാസ്, അതാണ്. അപ്പൊ 1 മോൾ അത്രയും 58.5 ഗ്രാം 1 മോൾ NaCl എടുത്തു 1 ലിറ്ററിൽ, അല്ലെ? ഓ അതാണ് എന്ത്? 1 മോളാർ. അത് അവിടെ ഇലക്ട്രോഡ് എത്രയാ ഡിസ്റ്റൻസ് കൊടുക്കാൻ പറഞ്ഞേക്കണൂടാ? 1 ലെങ്ത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാ? 1. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വാല്യൂവിനെയാണ് അവർ എന്ത് വിളിച്ചത്? മോളാർ കണ്ടക്ടൻസ്, അല്ലെ? അതിന്റെ ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയാണ്. ലാംഡ = kappa divided by C, അല്ലെ? ഓക്കെ, കേട്ടത്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. സെക്കൻഡ് പോയിന്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഡെഫിനിഷൻ എഴുതിയിട്ട് പറയാം കേട്ടോ എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. സെക്കൻഡ് പോയിന്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അണ്ടർലൈൻ ചെയ്യാം. When concentration approaches zero, when concentration approaches zero, comma, the molar conductivity is known as, when concentration approaches zero, comma, the molar conductivity is known as limiting molar conductivity. When concentration approaches zero, comma, the molar conductivity is known as limiting molar conductivity. Limiting molar conductivity. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ആദ്യം പറഞ്ഞ ടെക്സ്റ്റ് വേർഡ് ആണ്. ഇപ്പൊ ബ്രാക്കറ്റിൽ എഴുതി വെക്കുന്നത് നമ്മുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഗൈഡുകളിലൊക്കെ ഇൻഫിനിറ്റ് ഡൈലൂഷൻ കൊടുക്കുക. ഇതൊക്കെ എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്ന വേർഡ് ഇലക്ട്രോലൈറ്റ് കെപ്റ്റിൻ 1 ലെങ്ത് ലാർജ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഈ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഓർത്ത് നോക്കാം എന്തിനാണ് ഇത് പഠിക്കണമെന്നും കൂടി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആവും. ഇവിടെ ഇത്രയേ ഉള്ളൂ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കോൺസെൻട്രേഷൻ അപ്രോച്ച് സീറോയിൽ എത്രയാണ് ഇതിന്റെ എന്താ പറയാ കണ്ടക്ടൻസ്, ഇത്രയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ക്ലിയർ ആണ്. ഇപ്പൊ ഇവിടെ ഒരു വലിയൊരു ടാങ്ക് എടുത്തു. നമുക്ക് എടുക്കുന്ന അക്വേറിയത്തിന്റെ ഒക്കെ കണ്ടല്ലോ, അക്വേറിയത്തിന്റെ അത്രയുള്ള ഒരു ടാങ്ക് എടുത്തു. അതിൽ ഫുള്ളും വാട്ടർ ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടർ, ഡിസ്റ്റിൽ വാട്ടർ ആണ്. അതിലേക്ക് കൂടി ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ് നമ്മൾ. ഇലക്ട്രിസിറ്റി ഒരു ആനോഡ് കാഥോഡ് അങ്ങനെയാണെങ്കിൽ അതിൽ കൂടി പാസ് ചെയ്ത് പോകും. അതിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമോ? ഇല്ല. വാട്ട് ഇസ് റീസൺ? ലിക്വിഡിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ ഡാഷ് വേണമെന്നാ പറഞ്ഞത്. എന്തായിരുന്നു? അയോൺസ് വേണം. അയോൺ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ആവില്ല. ഇനി ഞാൻ അവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ 1 ഡ്രോപ്പ് സോൾട്ട് ഇട്ടു. NaCl 1 ഡ്രോപ്പ് ആണ് ഇടണേ. അപ്പൊ ഇവിടെ ഉള്ളത് ഏകദേശം ഒരു എന്താണ് ഒരു 30 ലിറ്റർ ഉള്ള ഒരു ടാങ്കാണ്. ആ ടാങ്കിലാണ് ഈ പറയുന്ന 1 ഡ്രോപ്പ് NaCl ഇടുന്നത്. അങ്ങനെ വന്നാൽ അതിന്റെ കോൺസെൻട്രേഷൻ 0.00001 അത്രയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ, അല്ലേ? ഓക്കെ, അതിൽ കൂടി വീണ്ടും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ നോക്കി, അപ്പോഴും പോകുന്നില്ല. 2 ഇട്ടു, പോയില്ല. 3 ഇട്ടു, പോയില്ല. 4th ഡ്രോപ്പിൽ ഇട്ടപ്പോൾ ചെറുതായിട്ട് ഫ്ലക്ച്വേഷൻ അവിടെ കണ്ടു. ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ട് അതിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഫ്ലക്ച്വേഷൻ ഡിവൈസിൽ നമുക്ക് കിട്ടി. അതിന്റെ മീനിങ് എന്താ? അവിടെ ഏറ്റവും ലോവർ കോൺസെൻട്രേഷനിൽ എന്ത് ചെയ്തു? ഫ്ലക്ച്വേഷൻ വന്നു. അതിനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തുക. അപ്പോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഏറ്റവും കുറവിൽ ആ സൊല്യൂഷനിൽ കൊടുക്കുന്ന കണ്ടക്ടൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് എന്തായിരുന്നു? അപ്രോച്ചസ് 0 ആണെന്ന് പറഞ്ഞോ? അല്ല, അപ്രോച്ചസ് 0 എന്ന് പറയുമ്പോൾ 0.01 ആകാം, 0.003 ആകാം. ഉണ്ടോ? ഓക്കെ, ആ ഒരു കോൺസെൻട്രേഷനിലായിരിക്കും
അതിന്റെ കണ്ടക്ടൻസ് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇനി ഇതെന്തിനാണ് പഠിക്കുന്നത്? ഒരു സൊല്യൂഷന്റെ സ്ട്രെങ്ത് മെയിൻ ആയിട്ട് കാണിക്കുന്നതിനെയാണ് ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ ക്ലിയർ ചെയ്ത് പഠിക്കണേ കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചറിയാം സൊല്യൂഷന്റെ ലാസ്റ്റ് ഏരിയ മുഴുവൻ ഡിസോസിയേഷൻ, അസോസിയേഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഇത് മുഴുവനും നമ്മളൊരു കഥ വെച്ചിട്ടാ പറഞ്ഞത്. ഓർമ്മയുണ്ട്? സ്കൂൾ ക്ലാസിന്റെ വെച്ചിട്ടല്ലേ പറഞ്ഞത്? ബർത്ത്ഡേ ഒക്കെ ഒരാൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ അല്ലെ, അത് വെച്ച് ഓർക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റില്ല. വെറുതെ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, പെർസെന്റേജിന്റെ പെർസെന്റേജ് അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അതുപോലെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഐഡിയ പറയാം. ഇവിടെ കുറെ ബുക്സ് ഉണ്ട്. ഇവിടെ നോക്കിയോ, ഇവിടെ 100 ബുക്സ് ഉണ്ട്. എന്നിട്ട് ഈ ക്ലാസ്സിലെ എല്ലാ ആൾക്കാരുടെ അടുത്തും പറയാണ്, നിങ്ങൾ ഇവിടെ 100 ബുക്സ് ഉണ്ടെന്ന് വിചാരിക്കണം. 100 ബുക്സ് നിങ്ങൾ ഈ ബുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഒരു 2-3 പേര് അവിടെ ഇരുന്ന് എനിക്ക് വയ്യാട്ടോ നിങ്ങൾ ചെയ്യുന്നു പറഞ്ഞു. ബാക്കി ആൾക്കാർ ഓൾമോസ്റ്റ് പോയി ചെയ്തു എന്ന് കരുതാം. ഓക്കെ, അപ്പൊ ഒരു 15 ആൾക്കാരുണ്ട്, അവര് പോയി ചെയ്തു. അപ്പൊ ടോട്ടൽ 20 ആണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? 100 ഡിവൈഡ് ബൈ 20. അപ്പൊ ഒരാൾ എത്ര ബുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കേപ്പബിൾ ഉണ്ട് അല്ലെ? 100 ബൈ 20 ചെയ്താൽ എത്ര കിട്ടും? 5. 5 ബുക്ക് ഒരാൾക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു റിയാലിറ്റി. എന്താണ് റിയാലിറ്റിയിൽ? കുറച്ച് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇത് ചെയ്യാൻ ഒരാളുടെ സ്ട്രെങ്ത് കണ്ടെത്താൻ ഞാൻ എന്ത് ചെയ്യണം? ഒരാളുടെ സ്ട്രെങ്ത് എനിക്ക് കണ്ടെത്തണം. 100 ബൈ ഒരാളുടെ സ്ട്രെങ്ത് അല്ലെ? അത് അങ്ങനെയാ ചെയ്തത്. 100 ബൈ എത്ര ചെയ്തു നമ്മൾ? ഇപ്പൊ 15 ചെയ്തപ്പോഴാണ് ശരിക്കും ചെയ്യുന്നത് 100 ബൈ 15 ആയിരിക്കണം അല്ലെ? അത്രയും വരെ അതൊക്കെയാണ്. പക്ഷെ ഇത് ചിലപ്പോ 19 ആകാം, 20 ആകാം, ഇതൊക്കെ വേരിയേഷൻ വരാം അല്ലെ? ഓർത്ത് നോക്കുക എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതൊന്നും പറയാതെ ഞാൻ നേരത്തെ ചെയ്ത് ടോട്ടൽ സ്ട്രെങ്ത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് 100 ബൈ 20 ചെയ്തു. അതിന് പകരം വേറൊരു സംഭവം ഉണ്ട്. ഒരാളെ ഉള്ളൂ, ഇവിടെ 100 ബുക്ക് ഉണ്ട്, അയാള് 10 ബുക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചു, എന്നിട്ട് എനിക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അയാളുടെ സ്ട്രെങ്ത് എത്രയാ? 10. മാക്സിമം സ്ട്രെങ്ത് അപ്പൊ അയാളുടെ എനിക്ക് മനസ്സിലായി എത്രയാ? 10. അപ്പോ ഒരു കോൺസെൻട്രേഷൻ അപ്രോച്ച് 0 എന്ന് പറയുമ്പോൾ അവിടെ അയോൺസുകൾ വളരെ കുറവായിരിക്കും. അവർക്ക് എടുക്കാവുന്ന മാക്സിമം അവരെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? എടുക്കില്ല. അപ്പോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു 100 ബുക്സ് ഉണ്ട്, ഇവിടെ 2 പേരുള്ളൂ. ആ 2 പേര് ചിലപ്പോ എല്ലാം കൊണ്ടുപോകും, ഇല്ല, അവർ കുറച്ച് കൊണ്ടുപോകുന്നു. അപ്പൊ ഒരാളുടെ കേപ്പബിലിറ്റി, അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി നമുക്ക് സ്ട്രെങ്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. സ്ട്രെങ്ത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പഠിക്കുന്നതിന്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോലൈറ്റ്, ആ ഇലക്ട്രോലൈറ്റിന്റെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ അറിയാൻ വേണ്ടിയാണ്. ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ, ആ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ വളരെ ക്ലിയർ ആയിട്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ലാർജ് വോളിയം ആയിരിക്കും, അപ്പൊ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ ഡെഫിനിഷൻ ഒന്ന് ഓർത്തോ, എന്തായിരുന്നു? വാട്ട് ഡു യു മീൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? വെൻ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. Difference between strong electrolyte and weak electrolyte. Next heading, difference between strong electrolyte and weak electrolyte. ഒരു വലിയ ടേബിൾ വരക്കുക. 3 മെയിൻ പോയിന്റ്സ് ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ സ്ട്രോങ് എന്ന് എഴുതാം. ഫസ്റ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഇവിടെ വീക്ക്. വീക്ക് ഇലക്ട്രോലൈറ്റ് ഫുൾ ആയിട്ട് എഴുതുക കേട്ടോ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഫസ്റ്റ് പോയിന്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ എഴുതാം കേട്ടോ. ഈ ടേബിളിൽ ഫസ്റ്റ് പോയിന്റ് strong electrolyte have larger degree of dissociation. Larger degree of dissociation. Strong electrolyte have larger degree of dissociation. Larger degree of dissociation. അല്ലെങ്കിൽ high degree of dissociation. Weak electrolyte അവിടെ എഴുതി വെക്കാം. Weak electrolyte have lower degree of dissociation. Weak electrolyte have lower degree of dissociation. Weak electrolyte have lower degree of dissociation.
lower degree of dissociation. Second point, strong electrolyte. Second point, strong electrolyte. Strong electrolyte, molar conductivity, lambda m ആണ് ട്ടോ. Strong electrolyte, molar conductivity increases slowly with dilution. Strong electrolyte, molar conductivity increases slowly with dilution. Then weak electrolyte അവിടെ എഴുതി വെക്കുക. Weak electrolyte, molar conductivity increases steeply. Steepaയിട്ട് increase ചെയ്യും. Increases steeply with dilution. Then example ആണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ അവിടെ എക്സാമ്പിൾ എഴുതി വെക്കേണ്ടത് KCl, സോൾട്ടുകളൊക്കെ കേട്ടോ, ജനറൽ സോൾട്ടുകളൊക്കെ വരുന്നതാണ്. KCl, NaCl, അതുപോലെയുള്ള ഏത് എക്സാമ്പിൾ എഴുതി വെക്കാം, MgCl2 സോൾട്ടുകൾ. വീക്ക് ഇലക്ട്രോലൈറ്റിന് മെയിൻ ആയിട്ട് ഒരു എക്സാമ്പിൾ ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് CH3COH, അസറ്റിക് ആസിഡ് അല്ലെ, വിനെഗർ എന്നൊക്കെ പറയുന്ന ആളാണ് CH3COH, എത്തനോയിക് ആസിഡ്. CH3COH അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ്. സോൾട്ട് കേട്ടോ. സോൾട്ട് എന്ന് പറഞ്ഞ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ വരുന്നത്. ഇനി എഴുതിയേക്കുന്ന സെക്കൻഡ് പോയിന്റ് മീനിങ് എന്താണെന്ന് നോക്കാം. ഓൺ ഡൈലൂഷൻ, ഡൈലൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആക്ച്വലി നമ്മൾ വെള്ളം ചേർക്കുകയാണ് അല്ലെ. പുറത്ത് നോക്കുക, ഇവിടെ ഒരു സോൾട്ട് വാട്ടർ ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഷുഗർ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്, അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? എന്ത് പറ്റും? കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും അല്ലെ. കാരണം എന്താ അല്ലെ, ഇപ്പൊ നമ്മൾ ഒരു ലൈം കുടിക്കുന്നു, ആ ലൈമിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും. അങ്ങനെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്ത് പറ്റും? അതാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ഈ ഗ്രാഫ് ഇന്നാണ് അത് വരുന്നത് കേട്ടോ. ഇവിടെ വരുന്നത് കോൺസെൻട്രേഷൻ ആണ്. ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി റൂട്ട് സിനെ എഴുതുന്നത് ഇങ്ങനെയാണ്, C⁻². ദെൻ ഇവിടെ കൊടുക്കുന്നതാണ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ m. ദെൻ ഇവിടെ ഓൺ ഡൈലൂഷൻ, ഡൈലൂട്ട് ചെയ്യാന്ന് പറഞ്ഞത് ഇവിടെ നോക്കിയാൽ KCl വെള്ളം ഒഴിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും. കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ ഈ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ കോൺസെൻട്രേഷൻ കുറയുക എന്ന് പറയാന്ന് എന്താ? വെള്ളം ഒഴിക്കുമ്പോൾ പെർ യൂണിറ്റ് ഏരിയ ഡിക്രീസ് ചെയ്യും. അപ്പൊ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഇൻഡിവിജ്വൽ മോളിക്യൂളിന്റെ ഡ്യൂട്ടി എന്ത് ചെയ്യും? കൂടും. ഇവിടെ 10 ആൾക്കാരുണ്ട്, 100 ബുക്ക് ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെ വന്ന സമയത്ത് അതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അല്ലെ? വീണ്ടും ഒരു 10 ആൾക്കാരെ മാറ്റി 5 പേര് കൂടി 100 ബുക്ക് കൊണ്ടുപോകണം. അപ്പൊ ഏതാ ബുദ്ധിമുട്ട് അല്ലെ? കോൺട്രിബ്യൂഷൻ അല്ലെ. 5 പേര് എന്ന് പറയുമ്പോൾ നമ്പർ കുറയാണ്. അപ്പൊ അയോൺസുകൾക്ക് അത് ഡ്യൂട്ടി കൂടും. അപ്പൊ ഗ്രാജുവൽ ആയിട്ടാണ് ഇത് കൂടുന്നത്. നോക്കിയേ, ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാ? ഗ്രാജുവലി. അതല്ലേ നമ്മൾ എഴുതിയേക്കുന്നത് അല്ലെ? പുറത്ത് നോക്കുക, എങ്ങനെ എഴുതിയേക്കുന്നത്? സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചേ. സ്ലോലി, അല്ലെങ്കിൽ എന്താ പറയാ, ഗ്രാജുവലി. സ്ലോ ആയിട്ടാണ് അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയേ,
വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്തായിരുന്നു? ഇത് കണ്ടോ, ഡൈല്യൂട്ട് ചെയ്യാണ്. ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലാസ്റ്റ് എത്തുന്ന സമയത്ത് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റീപ്പ് ആയിട്ടാണ്. കണ്ടോ ഇവിടെ കണ്ടോ സ്റ്റീപ്പ്. കേട്ടോ ഓർത്ത് നോക്കുക. സ്റ്റീപ്പ് എന്നൊക്കെ പറയില്ലേ അല്ലെ? ഓർത്ത് നോക്കുക. നമ്മൾ ഈ ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് എത്തി അല്ലെ, ഇവിടെ വരെ വണ്ടിക്ക് കയറും. ഇവിടെ നിന്ന് കയറണമെങ്കിൽ എത്തി ബുദ്ധിമുട്ടാണ് അല്ലെ? സ്റ്റീപ്പായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകണം അല്ലെ? ഓർത്ത് നോക്കുക. ഭയങ്കര സ്റ്റീപ്പാണെന്നൊക്കെ പറയും കേട്ടോ. ഓർത്ത് നോക്കുക. ആ സ്റ്റീപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സ്റ്റീപ്ലിയാണ് വരുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ് ആണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. മെയിൻ ആയിട്ട് ക്ലിയർ ചെയ്ത് കൺസെപ്റ്റ് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ ഒരു ലോ ഉണ്ട്. അതാണ് കൊളറഷ് ലോ എന്ന് പറയുന്ന ലോ. എന്ത് ലോ ആണ്? കൊളറഷ് ലോ. ഇത് വരക്കണം കേട്ടോ. സോറി, ഇത് വേഗം വരക്കാം കേട്ടോ. ഇതിന്റെ താഴെ വരക്കണം. ഇതിന്റെ താഴെ ഈ ഗ്രാഫ് വരക്കണം കേട്ടോ. ഈ ഗ്രാഫ് ഇത് റൂട്ട് സി ആണ്. സി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്. എടുത്ത് എഴുതണം കേട്ടോ. റൂട്ട് സി കോൺസെൻട്രേഷൻ. ഇതുപോലെ ഗ്രാഫ് വരക്കണം കേട്ടോ. ഇവിടെ ബ്രാക്കറ്റില് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇവിടെ സോറി, ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ്. മാറിപ്പോയി കേട്ടോ. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് ഇത്. വീക്ക് ഇലക്ട്രോലൈറ്റ് ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. ഇവിടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. KCl അവിടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇവിടെ എന്ത് എഴുതണം? വീക്ക് ഇലക്ട്രോലൈറ്റ്. റെഡ് കളറിൽ വരച്ചേക്കുന്നതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഉണ്ടോ? അത് ഗ്രാജുവൽ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. മറ്റേത് സ്റ്റീപ്പ് ആയിട്ടാണ് കേട്ടോ. സ്റ്റീപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴാണ് ഈ കോൺസെൻട്രേഷൻ ഉണ്ട് ലാസ്റ്റ് ഉണ്ടോ? കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് എന്താണ് ഡൈല്യൂട്ട് ചെയ്ത് ലോവർ കോൺസെൻട്രേഷനിൽ മാത്രമാണ് സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ. അതും കൂടി ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് അസേഷൻ റീസൺ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവര് ചോദിക്കും എന്താണ് ഫസ്റ്റ് ഇത് എന്താണ് കണ്ടോ? കോൺസെൻട്രേഷൻ ഇൻക്രീസ് ഈ ഡിക്രീസ് ചെയ്യുമ്പോൾ ഓൺ ഡൈല്യൂഷൻ ഇത് അനങ്ങൂല കണ്ടോ? ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ലാസ്റ്റ് കോൺസെൻട്രേഷനിലാണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഏറ്റവും കൂടുതൽ വെള്ളം ഒഴിച്ച് ലാസ്റ്റ് എത്തുന്ന സമയത്താണ് പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോവാം. ഇത് കഴിഞ്ഞിട്ട് ഒരു കൊളറഷ് ലോ എന്ന് പറയുന്ന ഒരു ലോ ആണ്. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലാണ് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്തവർ പറയുന്നത്. ആ ലോ പറയുന്നത് ഇങ്ങനെയാണ്: ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. ഇതാണ് ഈ ലോ പറയുന്നത് കേട്ടോ. ഓക്കെ, അതെന്താ പരിപാടി നോക്കാം. ഇവിടെ KCl ഉണ്ടല്ലോ. ഈ KClന്റെ പോളാർ കണ്ടക്ടിവിറ്റി എടുക്കാൻ പറഞ്ഞാൽ ലാംഡ നോട്ട് എൻ KCl ഈക്വൽ ടു നമ്മൾ എഴുതുന്ന സമയത്ത് ലാംഡ നോട്ട് K പ്ലസ് ലാംഡ നോട്ട് Cl മൈനസ്. ഓക്കെ, ഇതാണ് ഈ ലോ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. KCl ഉണ്ട്. KCl ഒരു വാട്ടർ എടുത്തു, ആ വെള്ളത്തിലേക്ക് KCl ഇട്ടു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ട് അല്ലെ. അതിന്റെ റീസൺ ചില ആൾക്കാർ പറഞ്ഞു ഇത് കണ്ടോ, ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവിനെ ആരെ അട്രാക്ട് ചെയ്യും? പോസിറ്റീവ്. അപ്പൊ മൂവ് ചെയ്യും അല്ലെ? ഓർത്ത് നോക്കുക. ചിലവർ പറഞ്ഞു നെഗറ്റീവ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുമ്പോൾ മൂവ് ചെയ്യും. അങ്ങനെ 2 മെയിൻ ആയിട്ട് വന്നു. ഈ സയന്റിസ്റ്റ് പറഞ്ഞു അങ്ങനെയല്ല, എന്താണ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. വാട്ട് യു മീൻ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ? ഇയാൾ ചിലപ്പോൾ 2 എടുത്താൽ മറ്റേ ചിലപ്പോൾ 1 എടുക്കാം. അങ്ങനെ ഡിഫറന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. അതാണ് ഈ ലോ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ലോ നമുക്കൊന്ന് എഴുതണം. എന്നിട്ട് ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെക്കണം. നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതി വെച്ചോ കേട്ടോ. ഇതിന്റെ സബ് ഹെഡിങ് ആണ് കൊളറഷ് ലോ. സ്പെല്ലിംഗ് പറയാം: KOH LRAUSCH. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം: KOH LRAUSCH. കൊളറഷ് ലോ ഓഫ് LAW കേട്ടോ. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ. കൊളറഷ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺ. കൊളറഷ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺ. അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. The law state that limiting molar conductivity of an electrolyte limiting molar conductivity of an electrolyte
the limiting molar conductivity of an electrolyte can be represented as limiting molar conductivity of an electrolyte can be represented as the sum of the individual contribution of ആരായിരിക്കും? ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ആരൊക്കെ ആയിരിക്കും? കാറ്റയോൺ ആൻഡ് ആനിയോൺ കേട്ടോ. ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് കാറ്റയോൺ and anion of the electrolyte. Cation and anion of the electrolyte. Then example എഴുതണം കേട്ടോ. എക്സാമ്പിൾ അത് ഈ കേസിൽ എഴുതാം, എന്നിട്ട് അതിന്റെ താഴെ ഇതുപോലെ എഴുതണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കേസിൽ എഴുതാം, അതിന്റെ എക്സാമ്പിൾ ആണ് ഈ തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CH3COH ഉണ്ട്, ഇത് എഴുതി കഴിഞ്ഞ ആൾക്കാർ ഇതിന്റെ എഴുതണം. ഇതിന്റെ എങ്ങനെ എഴുതും? ഇതിന്റെ എഴുതി നോക്കിയേ. സെക്കൻഡ് ഇക്വേഷൻ ലാംഡ നോട്ട് CH3. ലാംഡ നോട്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് കേട്ടോ. ഒരു കാര്യം ചെയ്ത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അവിടെ ഈ ഒരു സിമ്പിൾ എഴുതി നോക്കുക. ഇങ്ങനെ ലാംഡ ഇട്ടിട്ട് മുകളിലൊരു നോട്ട് കേട്ടോ ഓർത്തോഗസ് കൊടുക്കുക. അതിന്റെ മീനിങ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ നോട്ട് എന്തായിരിക്കും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇപ്പൊ ലാംഡ നോട്ട് എന്താ എഴുതാൻ പോണേ നമ്മള്? CH3 COOH equal to എങ്ങനെ വരും? ലാംഡ നോട്ട് CH3 COO മൈനസ് പ്ലസ് എന്ത് വരും? ലാംഡ നോട്ട് H പ്ലസ്. ലാംഡ നോട്ട് H പ്ലസ്. ഇതെല്ലാവരെ കൊണ്ട് പറയിപ്പിക്കും. എന്ത് ലോയാണ്? കൊളറഷ് ലോ അല്ലെ? എങ്ങനെയാ തുടങ്ങിയ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഈ ലിക്വിഡിനെയൊക്കെ എന്താ വിളിക്കുന്നത്? ഇലക്ട്രോലൈറ്റ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇസി എങ്ങനെയാ വന്നേക്കുന്നത്? ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. ആ വേർഡ് ഉപയോഗിക്കുക കേട്ടോ. ഇസ് ദി ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് അല്ലെ? സം ഓഫ് പറഞ്ഞില്ല, സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ആസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഓൺലൈനിലിരിക്കുന്ന അന്ന പറഞ്ഞു. വെരി ഗുഡ്, ഒരു ക്ലാപ്പ് കൊടുത്തേ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്നതാണെങ്കിൽ അറ്റൻഡീവ് ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓർത്ത് നോക്കുക, ക്ലാസ് എനിക്കൊരു എനർജി വേണ്ടേ അല്ലേ പഠിക്കാനായിട്ട് കേട്ടോ. ഓർത്ത് നോക്കുക, വെരി ഗുഡ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ കേട്ടോ നന്നായിട്ടുണ്ട്. ദെൻ അനിക്ക പറഞ്ഞു നോക്കിയേ മോനെ. കാറ്റയോൺ ആൻഡ് ആനയോൺ. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, ദെൻ സ്റ്റാർട്ട് ചെയ്തു. Contribution of cation and anion. Then last electrolyte. Individual contribution of anion. Clear ആണ് അല്ലേ? ഓക്കെ, then ലക്ഷ്മി പറഞ്ഞു. Electrolyte. Then വന്ദന. Of an electrolyte, ഇത് sum of individual contribution of cation and anion. Okay, then next ഇവിടെ പറഞ്ഞു limiting
electrolyte. Then next, Neha, പറഞ്ഞു. Okay, then Hrithik, പറഞ്ഞു. അല്ലേ? ഓക്കെ. Then next, Shreya. Cation. ഓക്കെ. ഓൺലൈനിൽ ഇരിക്കുന്നവർ നന്നായിട്ട് അറ്റൻഡീവ് ആണ്. ഓക്കെ. Then next, മിത്ര, പറഞ്ഞു. Of an electrolyte of individual contribution of cation and anion. Okay. Then നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇവിടെ നിന്ന് ഈ ഇക്വേഷൻസ് എടുത്ത് ക്ലിയർ ചെയ്ത് വരും. ഇനി ഈ പാറ്റേണിലല്ല ഇതിന്റെ ചോദ്യമൊക്കെ വരുന്നത്. അവര് അതിന്റെ ക്വസ്റ്റൻസ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചെയ്യണം. കാരണം ഇതിന്റെ ബാക്കിലുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ ഈ പാറ്റേണിൽ നിന്ന് മാറ്റിയിട്ട് തന്നെയാണ് ക്വസ്റ്റൻസ് വരുന്നത്. ക്വസ്റ്റൻ തന്നെയാണ് ഇവിടെയും ലീഡ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്കിലേക്ക് ഒന്ന് മൂവ് ചെയ്യാണ്. അടുത്ത ടോപ്പിക് വരുന്നത് ഒരു ചെറിയൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇത് എവിടെയാ പഠിച്ചല്ലോ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ സൊല്യൂഷനിൽ പഠിച്ചു. ഇവിടെ വേറെ വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു, നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു i-1 ബൈ n-1. അവിടെ നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ. അവിടെ നമുക്ക് സൊല്യൂഷൻ ആണ്, അത് ആ വാല്യൂ ഒക്കെ തരും. ആ സെയിം സാധനം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത് കണ്ടെത്തേണ്ടത് ഈ ആൽഫ ഇവിടെ വെച്ച് കണ്ടെത്താൻ പറ്റും കേട്ടോ, ഓർത്ത് നോക്കുക. അതാണ് പറയുന്നത്. ഇവിടെ അതിന്റെ ഇക്വേഷൻ ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് വേണമെങ്കിൽ ആ ചാപ്റ്ററിലേക്കൊക്കെ മൂവ് ചെയ്യാം. ഈ ലാംഡ എമ്മിൽ ലാംഡ നോട്ട് എം വന്നിട്ട് ഇത് ആൽഫ കണ്ടെത്തി, ഈ ആൽഫയിൽ എന്ത് കണ്ടെത്താം? ഐ കണ്ടെത്താം. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ. അപ്പൊ ആ ഒരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. അങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ തരാം. അപ്പോ ഓർത്തു വെക്കുക, ഇവിടെയും അവിടെയും പഠിച്ച സെയിം കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ. ഒന്ന് എഴുതി വെക്കുക. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു, ഈ ലാംഡ എം എന്താന്ന് എഴുതണോട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവില്ല. എന്തായിരുന്നു? മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ നോട്ട് എം എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇനി ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അത്ര ഫെമിലിയർ അല്ല. ആൽഫ എനിക്ക് കിട്ടിയേക്കുന്നത് 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ഓർത്തു നോക്കാൻ. 0.25 ആണ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? 25%. മനസ്സിലായോ? എന്താണ് 25% കേട്ടോ, ഓർത്തു വെക്കാം. ഇപ്പൊ ഇവിടെ ഒരു കേക്ക് ഉണ്ട്, ഞാൻ പറയാണ് ഇത് ഇതിന്റെ ആൽഫ എനിക്ക് 0.25%ന് പകരം 0.25 വേണം എന്ന് പറഞ്ഞാൽ എന്റെ മീനിങ് അപ്പൊ എന്ത് ഓർത്ത് വെക്കണം? 25% ആ കേക്ക് ഞാൻ എടുത്ത് കഴിക്കും അല്ലെ, ബാക്കി 3/4 നിങ്ങൾക്ക് തരുള്ളൂ. ആ രീതിയിൽ ഓർത്ത് വെക്കാനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് വേണം. അല്ലെങ്കിൽ ആൽഫ എന്തൊരു ജീവി, ആ രീതിയിൽ എടുക്കരുത് കേട്ടോ. ആൽഫയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പെർസെന്റേജ് ആൽഫയും തമ്മിലുള്ള റിലേഷൻ പെർസെന്റേജ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 100. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണക്ഷൻ ഉണ്ടാവും. ഇനി നേരത്തെ പഠിച്ച ഇക്വേഷൻ വീണ്ടും ഇവിടെ വരുന്നുണ്ട്. കെ ഈക്വൽ ടു എന്തായിരുന്നു? അത് ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. അപ്പൊ കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ആ ഇക്വേഷൻ ഇവിടെയുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഒന്ന് എഴുതി വെച്ചു. കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. സി എന്തായിരുന്നു? കോൺസെൻട്രേഷൻ കേട്ടോ. സി കോൺസെൻട്രേഷൻ. സി കോൺസെൻട്രേഷൻ ആണ്. കെ എന്തായിരുന്നു? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കേട്ടോ. കെ എല്ലാവരും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇന്ന് ഈ കഴിഞ്ഞ ക്ലാസ്സും ഇതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാപ്പ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടിവിറ്റി അല്ലെ? കാപ്പ കണ്ടക്ടിവിറ്റി. ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ നോട്ട് എം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ എം കേട്ടോ. അപ്പൊ വീണ്ടും ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കൊച്ചു കൊച്ചു വ്യത്യാസമായി കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ചെയ്ത് പോകും. ജി എന്തായിരുന്നു? കണ്ടക്ടൻസ്. അപ്പൊ ഒരേ ഫ്രെയിമിൽ കിടക്കുന്ന നോക്കുക, ജി കണ്ടക്ടൻസ് കേട്ടോ, ഓർത്ത് നോക്കുക.
അല്ലെ? കാപ്പ കണ്ടക്ടിവിറ്റി, ലാംഡ എം മോളാർ കണ്ടക്ടൻസ്, മോളാർ കണ്ടക്ടിവിറ്റി, ദെൻ ലാംഡ നോട്ട് എം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ ഈ ടേമുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർഡറിലൊക്കെ ക്ലിയർ ചെയ്ത് പോവാ. അപ്പൊ കെയുടെ ഇക്വേഷൻ ഉണ്ട് ഇവിടെ, കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. അപ്പൊ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഹെഡിങ് എന്ന് എഴുതി വെക്കാം. അടുത്ത ഹെഡിങ്, നെക്സ്റ്റ് ഹെഡിങ് വേറെ ഇല്ല, ഉണ്ട് ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിന്റെ ബാറ്ററി ഉണ്ട്, അതുകൊണ്ടാണ് ആ പേജ് തീർന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ഇലക്ട്രോലിറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോളിസിസ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ, ഇലക്ട്രോലിറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോളിസിസ്. നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ആണ് ഇലക്ട്രോലിറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോലിറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോലിറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോളിസിസ്. അപ്പോ ഇലക്ട്രോലിറ്റിക് സെല്ലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇലക്ട്രോലിറ്റിക് സെല്ല് ഇത്രയും പഠിച്ച സാധനം ബാറ്ററിയാണ്. ഇനി അത് അവിടെ തീർന്നു. അപ്പൊ ഇത്ര സമയം പഠിച്ചത് എന്തായിരുന്നു? ബാറ്ററി. ബാറ്ററിയുടെ പരിപാടി എന്തായിരുന്നു? ബാറ്ററി ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു, അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ വന്നു. ആ ഇലക്ട്രോൺ എടുത്തിട്ട് നമ്മളിപ്പോ ഇവിടെ ഫാൻ കറങ്ങുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ആണ് ബാറ്ററി. ബാറ്ററിയിൽ എന്താ നടന്നത്? കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി നടക്കുന്നത് ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസ് നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. ഓർമ്മയുണ്ടോ? ഡീകമ്പോസിഷൻ 3 ടൈപ്പ്: തെർമൽ, ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ, അതിന്റെ ഇടയിലാണ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. അതാണ് ഇവിടെ ഇനി പഠിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞ് ഇത്രയും സമയം ബാറ്ററി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് നേരെ തിരിച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ലൈഫിൽ അറിയുന്നതാണ്. ഗോൾഡ് കവറിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ. ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ? ഇമിറ്റേഷൻ അല്ലെ? അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്? അത് ഈ പ്രോസസ്സ് വെച്ചിട്ടാണ് ആക്ച്വലി വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ആനോഡൈസിങ് എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ കോട്ട് ചെയ്യും വണ്ടികളുടെയൊക്കെ ചില പാട്ട് നല്ല കോട്ടൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സ്. അതെല്ലാം ഇതാണ് ആക്ച്വലി ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസ്. അപ്പൊ ഇലക്ട്രോളിസിസിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പൊ നേരെ തിരിച്ചാണ്. ഇത്ര സമയം നമ്മൾ പഠിച്ച ലോൺ ആണ്. ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. ഇനി അത് തിരിയുമ്പോൾ എന്തായിരിക്കും? ആനോഡ് എന്താ? ഇത്ര സമയം പഠിച്ചത് നെഗറ്റീവ് അല്ലേ? ഇനി ആനോഡ് പോസിറ്റീവ് ആവും ഇവിടെ മുതൽ. അപ്പൊ ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ആ ചെറിയ ടേം ഒക്കെ പഠിച്ചത്. അപ്പൊ ആനോഡ് ഇനിയിപ്പോ എന്തായിരിക്കും? പോസിറ്റീവ്. നേരത്തെ എന്തായിരുന്നു? നെഗറ്റീവ്. ടെർമിനൽ മാറി എല്ലാം ഓപ്പോസിറ്റ് ആവും. കാരണം എന്താ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇനി വരുന്നത്, അപ്പൊ ഇത്ര സമയം നമ്മൾ പഠിച്ചത് ബാറ്ററി ആയിട്ട് റിലേറ്റഡ് ആണ്. ബാറ്ററിയുടെ ഇനി പ്രൈമറി സെക്കൻഡറി ബാറ്ററി പഠിക്കാനുണ്ട്. പക്ഷെ അതിന്റെ ഇടയിലുള്ള ടോപ്പിക് ആണ് ഇലക്ട്രോളിസിസ്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചു. In an electrolytic cell, external source of voltage is used to bring about a chemical reaction. In an electrolytic cell, external source of voltage is used to bring about a chemical reaction. Pure water like electricity pass ചെയ്താൽ എന്ത് വരും? ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. പ്യുവർ വാട്ടറിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്ത് പറ്റും? ഹൈ വോൾട്ടേജിൽ പാസ് ചെയ്യണം അല്ലേ? അങ്ങനെ വോൾട്ടേജിൽ പാസ് ചെയ്താൽ എന്ത് പറ്റും? H2 and O2. ഓർത്ത് നോക്കുക, ബാലൻസ് ചെയ്യുമ്പോൾ 2 അല്ലേ? 2. ഇത് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിപ്പോ കുറച്ച് ഇന്ന് നമ്മൾ പറഞ്ഞാണ് കുറച്ച് നേരത്തെ മുമ്പ് അല്ലേ? നമ്മൾ പ്യുവർ വാട്ടർ എടുക്കുന്നു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അതെന്തായിരുന്നു? ലോ വോൾട്ടേജ്. ഹൈ വോൾട്ടേജ് കൊടുത്താൽ എന്ത് പറ്റും? സ്പ്ലിറ്റ് ആകും. ഹൈഡ്രജൻ ഗ്യാസും വരും, ഓക്സിജനും പാസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. ഇതല്ലാതെ വേറൊരെണ്ണം നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്, ക്ലോർ ആൽക്കലി പ്രോസസ്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സോൾട്ട് വാട്ടർ, ബ്രൈൻ സൊല്യൂഷനിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? NaOH അവിടെ കിട്ടും. പിന്നെ എന്തൊക്കെ കിട്ടും? ഹൈഡ്രജൻ ഗ്യാസ്, ക്ലോറിൻ ഗ്യാസ്. ഇതിനെയൊക്കെയാണ് ഇലക്ട്രോലിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. അതിന്റെ കാര്യമാണ് പഠിക്കുന്നത്. അപ്പൊ ചെറിയ ക്ലാസ്സിൽ അവിടെ ഒക്കെ അത് പഠിച്ചു. പക്ഷെ നിങ്ങൾ വലിയ ക്ലാസ്സിലായി. അപ്പൊ പുതിയ ലോ വരുന്നുണ്ട്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഹെഡിങ് എഴുതി വെക്കുക. ഇതിന്റെ അണ്ടറിൽ സബ് ഹെഡിങ് ആണ് കേട്ടോ. ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ ആദ്യത്തെ സബ് ഹെഡിങ്ങിലേക്ക് എത്തുകയാണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്.
Faraday's law of electrolysis. Faraday's law of electrolysis. Faraday's law of electrolysis. Faraday's law of electrolysis. Faraday's law of electrolysis എന്ന് പറയുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്, രണ്ട് ലോ ഉണ്ട്. ആ രണ്ട് ലോയും നമുക്ക് ആദ്യം എഴുതാം, എന്നിട്ട് ക്ലിയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, താഴെ എഴുതി വെക്കുക ഫസ്റ്റ് ലോ ഹൈഫൺ. ഫസ്റ്റ് ലോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ലോ ആണ്, അപ്പൊ നമുക്ക് കറക്റ്റ് വേർഡ് അതുപോലെ തന്നെ എഴുതണം, അതുപോലെ തന്നെ എഴുതാൻ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണ് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എല്ലാ ആൾക്കാരൊക്കെ എടുത്ത് അതുപോലെ തന്നെ എഴുതി വെക്കാൻ നോക്കുക. The amount of chemical reaction, ഫസ്റ്റ് ലോ ആണ് കേട്ടോ, Faraday's law of electrolysis. ഫസ്റ്റ് ലോ ആണ്, ഫസ്റ്റ് ലോ ഹൈഫൺ the amount of chemical reaction which occurs at any electrode, during electrolysis by a current is proportional to the quantity of electricity, proportional to the quantity of electricity passed through the electrolyte. Current is proportional to the quantity of electricity passed through the electrolyte. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. The amount of chemical reaction which occur at any electrode during electrolysis by a current is proportional to the quantity of electricity passed through the electrolyte. ഇതാണ് നമ്മൾ എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ, അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് കെമിക്കൽ റിയാക്ഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് സെക്കൻഡ്, പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് കേട്ടോ. പ്രൊപ്പോർഷണൽ എന്നുള്ള വേർഡും ഇലക്ട്രിസിറ്റിയും കൂടി അണ്ടർലൈൻ ചെയ്യാം. അപ്പോ ഈ കൺസെപ്റ്റിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് ഓർത്തു നോക്കുക. ഇത്രയുള്ള ഒറ്റ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് നടക്കും? കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇലക്ട്രിസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് നടക്കും? കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഇലക്ട്രിസിറ്റി കൂടുതൽ കൊടുത്താൽ എന്ത് പറ്റും? കൂടുതൽ റിയാക്ഷൻ നടക്കും കേട്ടോ. ഓർത്തു നോക്കുക. ഞാൻ ഇവിടെ നിന്ന് ഈ പ്ലഗ്, ഞാൻ സാധാരണ പറയുന്ന എക്സാമ്പിൾ ആണ്. പ്ലഗ് ഇവിടെ ഞാൻ കുത്താൻ പോയി, ആ സമയത്ത് ഷോക്ക് അടിച്ചു. ആരെങ്കിലും ഷോക്ക് അടിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ അല്ലെ, എങ്ങനെ ഉണ്ടാവും അല്ലെ? ഒന്നോ രണ്ടോ അടിയെ കിട്ടി കഴിഞ്ഞാൽ അല്ലെ, വളരെ ക്ലിയർ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോ ഒന്ന് ശ്രദ്ധിച്ചോ, എനിക്ക് ആദ്യം ഷോക്ക് അടിച്ചത് ഒരു 2 സെക്കൻഡ് ആണ്. 2 സെക്കൻഡ് ആണ് എങ്കിൽ എന്ത് പറ്റും അല്ലെ? 2 സെക്കൻഡ് ആണെങ്കിൽ അല്ലെ, അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ആയി, കൈയൊക്കെ തെറിച്ചു പോയി. ഒരു അടിച്ച ആൾക്കാർക്ക് അറിയാം, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അത് നല്ലോണം പേടിയാണ് ആക്ച്വലി, അതുകൊണ്ട് അല്ലെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഷോക്കൊക്കെ ആനക്കൊക്കെ വെക്കുന്നത് അല്ലെ. ഷോക്ക് ഉള്ള വേലികൾ അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലെ, അപ്പോൾ നിങ്ങൾ ടൂറൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഈ സംഭവം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഇത് ആദ്യം അടിച്ചാൽ എനിക്ക് 2 സെക്കൻഡ് ആണ്. ഇനി അതല്ല, എനിക്കൊരു 40 അല്ലെങ്കിൽ 20 സെക്കൻഡ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും അല്ലെ? പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇലക്ട്രിസിറ്റി എൻ്റെ ബോഡി കൂടി പോകുമ്പോൾ എന്ത് വ്യത്യാസം വരും? അതാണ് ചോദിക്കുന്നത്. ഇലക്ട്രിസിറ്റി എൻ്റെ ബോഡി കൂടി പോയി കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം വരും? ബോഡിയിൽ വരുന്ന അല്ലെ സെൽസുകൾക്കൊക്കെ ഡീകമ്പോസിഷൻ നടക്കും. എന്ത് നടക്കും? ഡീകമ്പോസിഷൻ വരും. എന്നിട്ട് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഓർത്ത് നോക്കാം, പുതിയ പ്രൊഡക്റ്റ് പെട്ടിയിലാക്കി കൊണ്ടുപോകേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നോർമലി പറയുന്നത് ഇത്രയേ ഉള്ളൂ, മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. എന്താണ് അല്ലെ? ഡ്യൂറേഷൻ, ടൈം കൂടുമ്പോൾ എന്ത് പറ്റും? ടൈം കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൂടുതൽ വരും. ഇലക്ട്രിസിറ്റി കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? എന്ത് റിയാക്ഷൻ നടക്കുന്നത്? ഡീകമ്പോസിഷൻ. ആ വേർഡ് ഓർത്ത് നോക്കുക. എന്താണ്? ഡീകമ്പോസിഷൻ. അപ്പൊ ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ നടക്കും. ഒറ്റ വേർഡ് ആണല്ലോ. ഫസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ ആ ബോർഡ് പ്രൊപ്പോർഷണൽ അങ്ങനെയൊന്നും ഓർത്ത് വെക്കണ്ട. കെമിക്കൽ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിസിറ്റി. കെമിക്കൽ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിസിറ്റി. കുഞ്ഞു വേർഡിൽ മനസ്സിൽ ഓർത്ത് വെക്കുക. ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇതുപോലെ എഴുതണം കേട്ടോ, ഓർത്ത് വെക്കാം. പുതിയ എയും ഓൺ സ്ക്രീനിങ് ഒക്കെ ആണ്, എന്തെങ്കിലും വെള്ളമൊക്കെ ചേർത്ത് ഒറ്റ മാർക്കും കിട്ടൂല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് മര്യാദക്ക് ആ വേർഡ് അതുപോലെ തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, കറക്റ്റ് ആ വേർഡ് ഒരു വെള്ളം ചേർക്കാതെ പഠിക്കുക, ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ എഴുതാൻ നോക്കുക. ഇനി അടുത്ത സെക്കൻഡ് ലോ ആണ് കേട്ടോ. ഓക്കെ, സെക്കൻഡ് ലോ എഴുതി. സെക്കൻഡ് ലോ, സെക്കൻഡ് ലോ കേട്ടോ, അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് ലോയുടെ മീനിങ് പോയിന്റ് ഞാൻ ചോദിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. ഫസ്റ്റ് ലോ ഇപ്പൊ മനസ്സിൽ മറന്നു പോകരുത്. എന്താണ്? കെമിക്കൽ റിയാക്ഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കേട്ടോ. മനസ്സിൽ കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കാം. then അടുത്താണ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സെക്കൻഡ് ലോ അണ്ടർലൈൻ ചെയ്യാം. the amount of different substance liberated by the സെക്കൻഡ് ലോ അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് എഴുതി വെക്കുക the amount of different substance liberated by the amount of different substance liberated by the same quantity of electricity. The amount of different substance liberated by the same quantity of electricity. Same quantity of electricity passing through the electrolyte, passing through the electrolyte, passing through the electrolyte are proportional to their, are, now to repeat the amount of different substance liberated by the same quantity of electricity passing through the electrolytic solution are proportional to, electrolytic solution are proportional to their chemical equivalent weight. Their chemical equivalent weight are proportional to their chemical equivalent weight. Chemical equivalent weight. Repeat you know. Okay. Passing through the electrolytic solution are proportional to their chemical equivalent weight. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ആറ്റമിക് മാസ് ഓഫ് മെറ്റൽ. ആ കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആറ്റമിക് മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ ആറ്റമിക് മാസ് ഓഫ് മെറ്റൽ വിത്തിൻ ബ്രാക്കറ്റിലാണ് കേട്ടോ. ആറ്റമിക് മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ റിക്വയർഡ് ടു റെഡ്യൂസ് ദ കാറ്റയോൺ. നമ്പർ ഓഫ് ഇലക്ട്രോൺ റിക്വയർഡ് ടു റെഡ്യൂസ് ദ കാറ്റയോൺ. Atomic mass of metal divided by number of electrons required to reduces the cation. ഈ സെക്കൻഡ് ലോ നിങ്ങൾ കൊണ്ട് പറയിപ്പിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷെ ആ ലോ എന്താണ് അല്ലെ? amount of different substance liberated by the same quantity of electricity are proportional to their chemical equivalent weight അല്ലെ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അതെങ്ങനെ വന്നു അല്ലെ, എന്തുകൊണ്ട് അത് എത്തി എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം. അതുകൊണ്ട് അതെന്താണ് പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? ഫാരഡേ, ഇതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ആ ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് കൊണ്ടുവരാം. 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു വാല്യൂ? ഫാരഡയുടെ വാല്യൂ ഫാരഡേ എന്ന് പറഞ്ഞാൽ 96500 കൂളും അല്ലെ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം കൂടി എഴുതി. ഈ ഫാരഡേ എങ്ങനെ കണ്ടെത്തിയത്, വാല്യൂ എങ്ങനെ കണ്ടെത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഫാരഡേ കോൺസ്റ്റന്റ് ആണ്, ഇത് കാണാതെ പഠിക്കണം കേട്ടോ. 96500 കൂളും. 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് 1 ഫാരഡേ. 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് കേട്ടോ. ഓക്കെ, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? അപ്പൊ ഇത് എങ്ങനെ കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എഫ് എങ്ങനെ കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? 1.6 into 10⁻⁻19 കൂളും ഇൻറ്റു അവഗാഡ്രോ നമ്പർ. 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ അല്ലേ? 6.022 into 10⁻23 അല്ലേ? ഓക്കെ, ഒരു ഡസൻ ഇലക്ട്രോണിന്റെ ചാർജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 12 into this number. 1 മോൾ എന്ന് പറയുമ്പോൾ എന്താ? ഇതാണ് മോൾ അല്ലേ? മോൾ
മോൾ ഇൻറ്റു മോളിന്റെ നമ്പർ ഇതാണ്, അതാണ്. ഈ വാല്യൂ ചെയ്തപ്പോൾ അവർക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 96,487 സംതിങ് ആണ്. അതിനെ റൗണ്ട് ചെയ്തിട്ടാണ് എന്ത് വന്നേക്കുന്നത് 500 ആക്കിയേക്കുന്നത്. മനസ്സിലായോ? റൗണ്ട് ചെയ്ത് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് വരുന്ന ഒരു വാല്യൂ ആണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഇനി ഇതെന്തിനാ പഠിക്കണേ അതിലേക്ക് കൊണ്ടുവരാം. ഫാരഡെ കണ്ടെത്തിയ ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ ലോ. ഇപ്പൊ പറഞ്ഞ ലോ, രണ്ടാമത്തെ ലോ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ലോ ആ സയന്റിസ്റ്റ് പറയുന്നത് ഇതാണ്, F = m/n. m എന്ന് പറഞ്ഞാൽ ആറ്റമിക് മാസ് ഓഫ് മെറ്റൽ, ആറ്റമിക് മാസ് ഓഫ് മെറ്റൽ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അല്ലെ? ടു റെഡ്യൂസസ് എ കാറ്റയോൺ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ എഴുതുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് വരാം. എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ, കോപ്പറിന്റെ ആറ്റമിക് മാസ് എത്രയാ? കോപ്പർ ആറ്റമിക് നമ്പർ 29. കിട്ടി. എത്രയായിരുന്നു? ശരിയാ, ആരോ പറഞ്ഞു. 63. കണ്ടോ എത്ര കിട്ടിയ? 63. കണ്ടോ 63 ആണ് കോപ്പറിന്റെ ആറ്റമിക് മാസ്. 63 അത് നമുക്ക് തരും. കാരണം 30 വരെയുള്ള 20 വരെയുള്ളതിന്റെയൊക്കെ മാസ് അറിഞ്ഞിരിക്കണം. 10th ബേസ് ആണ് 20 വരെ. 21 മുതലുള്ളതിന്റെയൊക്കെ 30 വരെയുള്ളതിന്റെ ആറ്റമിക് നമ്പർ അറിയണം 30 വരെ. പക്ഷെ മാസ് നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി ഗിവൺ ആയിട്ട് തരും. അപ്പോൾ കോപ്പർ 63 ആണ് അതിന്റെ ആറ്റമിക് മാസ്. കോപ്പറിന്റെ മാസ് എത്രയാ? 63. ദെൻ ഈ കോപ്പർ എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ മോസ്റ്റ് അല്ല, അതിന്റെ വാലൻസി ആയിട്ട് വരുന്നത് 2+ ആണ്. പ്ലസ് 2 ഇലക്ട്രോൺ റിസീവ് ചെയ്തിട്ട് അത് Cu ആയിട്ട് മാറും. Cu ആയിട്ട് സോളിഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് വരും. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ ഇവിടുത്തെ n വരുന്നത് 2 ആണ്. n എത്രയാ? 2. അങ്ങനെ വന്ന ഈ ഇക്വേഷൻ എന്തായിരിക്കും? F = എന്ന് പറഞ്ഞു നോക്കിയേ. മെറ്റലിന്റെ ആറ്റമിക് മാസ് എത്രയാ? 63. 63 ഡിവൈഡഡ് ബൈ 2. ഇത്രയും ഗ്രാം ഓഫ് Cu ഡെപ്പോസിറ്റഡ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോപ്പർ പ്ലേറ്റ് ചെയ്യണം എന്ന് കരുതാം. കോപ്പർ പ്ലേറ്റ് ചെയ്യണം. അങ്ങനെ കോപ്പർ പ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും 1 ഫാരഡെ കൊടുത്തു കഴിഞ്ഞാൽ 63/2 ഗ്രാം അവിടെ പോയി ഡെപ്പോസിറ്റ് ആവും. അതാണ് അതിന്റെ മീനിങ്. ഓർത്ത് നോക്കാം. 1 ഫാരഡെ കൊടുക്കുന്നു. ഇനി സിൽവർ ആണ് പ്ലേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെ? സിൽവർ പ്ലേറ്റ് ചെയ്യണം, അല്ലെ? അങ്ങനെയാണ് കരുതാ. ഓർത്ത് നോക്കുക. സിൽവർ പ്ലേറ്റ് ചെയ്യണം. അപ്പൊ ഹരി ഒരു കാർ വാങ്ങിച്ചു വന്നിട്ട് സിൽവർ പ്ലേറ്റ് ചെയ്യാന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അല്ലെ? ഓർത്ത് നോക്കുക. ഏജിയുടെ ആറ്റമിക് മാസ് എത്രയാ ഹരി? അതറിയാതെ ചെയ്യാൻ പറ്റില്ല. കണ്ടോ 108. കണ്ടോ പഠിച്ചു വെച്ചേക്കാണ്, അല്ലെ? സിൽവർ. ഓക്കെ, 108 ആണ് സിൽവറിന്റെ ആറ്റമിക് മാസ്. ദെൻ സിൽവർ Ag പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് വരും? Ag. അപ്പൊ ഇതിന്റെ n എത്രയാണ്? 1. n എത്രയാ? 1. നമ്മൾ വാലൻസി ഒക്കെ പഠിക്കില്ലേ? അതേപോലെ തന്നെയാണ്. സോഡിയത്തിന്റെ വാലൻസി എത്രയായിരുന്നു? 2. മെഗ്നീഷ്യം 2. സോഡിയം 1 കേട്ടോ. സോഡിയം 1 ആണ്. സോഡിയം പൊട്ടാസ്യം ഒക്കെ 1 ഫസ്റ്റ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്തായിരുന്നു? 2. അലൂമിനിയം എത്രയായിരുന്നു? 3. ആ ഗ്രൂപ്പ് മുഴുവനും അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം അവർ മുഴുവനും 3 എത്രയാ? 3. അപ്പോ അതുപോലെ തന്നെയാണ് ഇത് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഡി ബ്ലോക്ക് എടുക്കുമ്പോൾ എന്തായാലും പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെക്കുക. n എത്രയാ? 1. അങ്ങനെയാണെങ്കിൽ 1 ഫാരഡെ = എത്ര വരും? ഫാരഡെ = 1 ഫാരഡെ ഒന്ന് നോക്കിയേ. 108/1 ഗ്രാം ഓഫ് എന്ത് കിട്ടി? Ag. ഗ്രാം ഓഫ് Ag. അപ്പോ 1 ഫാരഡെ കൊടുക്കുമ്പോ കോപ്പർ ആണെങ്കിൽ എത്ര കിട്ടും? 63/2. ഇതിനെന്താ വിളിക്കുന്നത്? കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ്. ഇതിനെന്താ വിളിച്ചേ? കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ്. അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് എഴുതി? ആറ്റമിക് മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഉണ്ടോ? ഓർത്ത് നോക്കുക, അല്ലെ? നമ്പർ ഓഫ് ഇലക്ട്രോൺ. സിമ്പിൾ ആയിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ റെഡ്യൂസ്ഡ് കാറ്റയോൺ. അത് വേണ്ട, നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് ഓർത്ത് നോക്കുക. അപ്പോ ഇതിനെ ഞാൻ എന്താ വിളിക്കുന്നത്? കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ്. അതാണ് m/n. അപ്പോ ഈ ഇക്വേഷൻ ആണ് ഈ സയന്റിസ്റ്റ് കൊണ്ടുവന്ന രണ്ടാമത്തെ ലോയിൽ നിന്ന് മെയിൻ ആയിട്ട് നമുക്ക് എംഫസൈസ് ചെയ്യുന്ന വരുന്നത്. ഇനി ഇത് ഓർത്തിട്ട് വേണം ആ ലോ പഠിക്കാൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയോ കേട്ടോ. ദ എമൗണ്ട് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ്. ഇവിടെ നോക്കിയേ, ഇത് കണ്ടോ, ഇത് ഡിഫറെന്റ് സബ്സ്റ്റൻസ് അല്ലേ? എമൗണ്ട് ഡിഫറെന്റ് അല്ലേ? ഒരേ എമൗണ്ട് ആണോ? അല്ല. ദ എമൗണ്ട് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ബൈ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഏതായിരുന്നു സെയിം ക്വാണ്ടിറ്റി? ഇവിടെയും 1 ഫാരഡെ ആണ്, ഇവിടെയും. അപ്പൊ ഒരേ ക്വാണ്ടിറ്റി കൊടുക്കുമ്പോ എമൗണ്ട് എന്തായിരിക്കും? ഡിഫറെന്റ്. ദ എമൗണ്ട് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ബൈ ദി സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആർ എന്തായിരുന്നു? പ്രൊപ്പോർഷണൽ ടു ദെയർ കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ്. കണ്ടോ? പിന്നെ പെട്ടെന്ന് നമുക്ക് ലാസ്റ്റിലേക്ക് കൊണ്ടുവരാം, പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി, അല്ലെ? അപ്പൊ എങ്ങനെയായിരുന്നു? ദ എമൗണ്ട് ഓഫ് ഡിഫറൻസ് സബ്സ്റ്റൻസ്
liberated by the same quantity of electricity passing through അതൊക്കെ പോട്ടെ. എന്നിട്ട് ലാസ്റ്റ് എന്തായിരിക്കും? proportional to their chemical equivalent weight. Their chemical equivalent weight. ആ chemical equivalent weight അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, ഓർത്ത് വെക്കാം. chemical equivalent weight. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് chemical equivalent weight ആണ്. chemical equivalent weight. വേഗം പറയണം കേട്ടോ. ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് പോവുള്ളൂ. their chemical equivalent weight. ഗായത്രി അങ്ങ് പറഞ്ഞു. ഉണ്ടോ? ഒരു ക്ലാപ്പ് കൊടുത്തേ. അല്ലേ, ഭയങ്കര ഫ്ലോ ആൻഡ് അല്ലേ ക്ലാസിക് ആയിട്ട് പറഞ്ഞു അല്ലേ, ഓർത്ത് നോക്കാം. മെസ്സിയൊക്കെ ഇങ്ങനെ ഗോൾ അടിക്കണ പോലെയാണ് പറഞ്ഞത് ആക്ച്വലി അല്ലേ, ഭയങ്കര ക്ലാസ് ആയിട്ട് പറഞ്ഞു. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചോട്ടെ എവിടെയും വരെ എത്തി നോക്കട്ടെ. ദെൻ മോണിക്ക ഒന്ന് പറഞ്ഞു തന്നെ. proportional to equal weight. Okay, then manya ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. liberated by the same quantity of വെരി ഗുഡ് കേട്ടോ, എക്സാക്ട് വേർഡ് തന്നെ പറഞ്ഞു, നന്നായിട്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, കിട്ടുന്നുണ്ടെന്ന് ഓൺലൈനിൽ. പിന്നെ എൽമിയ പറഞ്ഞു. equal weight, very good. Then Dia. Proportional to their chemical equal weight. Okay, the next equal weight. Okay, P ഇത് ഇത്രയും ചോദിക്കാൻ കാരണം അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വരില്ല. വേഗം പറഞ്ഞു. The amount of different substance proportional to weight. Sion. Chemical equal weight. The next, the amount of different substance. കിട്ടിയില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഇപ്പൊ എന്ന് പഠിച്ചതല്ലേ അല്ലേ, ഞാൻ ഹെൽപ്പ് ചെയ്യും. liberated by the same quantity of electricity are proportional to their chemical equivalent weight. അത്രേ ഉള്ളൂ, കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ്. അപ്പൊ ഈ കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ M/N ആണ് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുന്ന വേർഡിനെ ഫോക്കസ് ചെയ്യുക. കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന അവിടെയാ കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ്. ഇനി എന്തായിരുന്നു പിന്നെന്താ, ആദ്യത്തെ ഒരു വേർഡ് ഉള്ളൂ, ദ എമൗണ്ട് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ്. പിന്നെ മിഡിൽ വേർഡ് എന്തായിരുന്നു ആക്ച്വലി കൂടെ കൊണ്ട് മെയിൻ ഏരിയ എന്തായിരുന്നു, സെയിം ക്വാണ്ടിറ്റി ഉണ്ടോ. ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കുക, പ്രൊപ്പോർഷണൽ ദിയർ കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ്. substances liberated by the same quantity of current and electricity to the electrolyte is directly proportional to the chemical equal weight. ഉണ്ടോ പറഞ്ഞു. ദിയൊക്കെ രണ്ട് കൈയും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം, ഉണ്ടോ ഓർത്തോ. എന്നോട് ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ആവട്ടെ. weight. Done.
electricity equivalent weight liberated by the their chemical equal weight. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കുക, മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ദെൻ ഇവിടെ നിന്നോട്ട് എഴുതണം കേട്ടോ. ഇവിടെ എഴുതി വെക്കുക ഫാരഡേ ഈക്വൽ ടു ഈ വാല്യൂ എഴുതണം. then ഇവിടെ ബ്രാക്കറ്റ് എഴുതുമ്പോൾ എക്സ്പ്ലനേഷൻ വേണം കേട്ടോ. 1 mole electron charge is known as 1 Faraday. എന്നിട്ട് ഇത് എഴുതാവും. ആദ്യം ഇത് എഴുതണം കേട്ടോ. 1 Faraday വാല്യൂ കാണാതെ പഠിച്ചു വെക്കണം. തരില്ല 96500 കൊളും. കൊളുമ്പ് എന്തിന്റെ യൂണിറ്റാ? ചാർജ്. ചാർജ് F equal to 96500 കൊളും. അവിടെ ബ്രാക്കറ്റിൽ ഈ വാല്യൂ എഴുതുന്നതിന് താഴെ എഴുതി വെക്കണം എന്താണ്? 1 mole electron charge. 1 mole electron charge. 1 mole electron charge. One mole electron charge. Then equation, ഈ ബോക്സിലിട്ട ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എഴുതണം. F equal to m by n. F equal to m by n. സെക്കൻഡ് ലോയിൽ നിന്ന് വരുന്നതാണ്. F equal to m by n. ഈ രണ്ട് എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിൾ കോപ്പർ. ഈ 63 എന്താന്ന് എഴുതണം. അല്ലെങ്കിൽ കുറച്ച് ആളുമ്പോൾ 63 ഗ്രാം ആണ്, എന്തിനാണ് അങ്ങനെയൊക്കെ എഴുതിയെന്ന് ചോദിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അവിടെ ആറ്റമിക് മാസ് എന്ന് എഴുതണം കേട്ടോ. ആറ്റമിക് മാസ്. വാലൻസി ആണ് കേട്ടോ. എൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഓർത്ത് കഴിഞ്ഞാൽ എന്താ? വാലൻസി. പക്ഷെ ആർക്ക് മാത്രമേ വരുള്ളൂ? മെറ്റൽ. മെറ്റൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റെഡ്യൂസ് ഇറ്റ് ബിക്കം അല്ലെ, കാറ്റയോണിനെ റെഡ്യൂസ് ചെയ്ത് മെറ്റൽ ആക്കുന്നു കേട്ടോ. ഓർത്ത് വെക്കാം. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. നോൺ മെറ്റൽ വരില്ലല്ലോ, അത് റിസീവ് ചെയ്യല്ലേ ഉള്ളൂ. ആനിയോൺ ആയിട്ടല്ലേ പോകുള്ളൂ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ വരുന്നത് കേട്ടോ. എക്സാമ്പിൾ എഴുതണം കേട്ടോ. എഴുതിയോ? ഈ രണ്ട് എക്സാമ്പിൾ എടുത്ത് എഴുതണം. വേഗം എടുത്തെഴുത് കേട്ടോ. വേഗം എടുത്തെഴുത്. ഇവിടുന്ന് ഇനിയാണ് മെയിൻ ആയിട്ട് തുടങ്ങുന്നത്. നമ്മൾ ഫസ്റ്റ് ലോന്റെ ഇക്വേഷനോ അങ്ങനെയാണൊന്നും എഴുതിയിട്ടില്ല. അവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു ഇക്വേഷനിലേക്ക് വരാനുണ്ട്. അടുത്ത ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? കഴിഞ്ഞില്ലേ? ഇവിടെ ഒന്ന് വായിച്ചു കളയാണ് കേട്ടോ. ഓക്കെ, Q equal to IT. നെക്സ്റ്റ് ഇക്വേഷൻ Q equal to IT. എടുത്ത് എഴുതാം കേട്ടോ. Q equal to IT. Q എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചാർജ് കേട്ടോ. Q ചാർജ് ആണ്. I എന്തായിരുന്നു? കറണ്ട്. കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ. അതൊക്കെ അറിയണം കേട്ടോ. ഓക്കെ, I കറണ്ട്, യൂണിറ്റ് ആംബിയർ. കാരണം കറണ്ട് ഒന്നും ലിഖിക്കരുത്, ചിലപ്പോൾ ആംബിയർ തന്നു കഴിഞ്ഞാൽ. T എന്തായിരുന്നു? ടൈം ഇൻ സെക്കൻഡ് കേട്ടോ. T ടൈം ഇൻ സെക്കൻഡ്. സെക്കൻഡ് ആയിരിക്കണം. T ടൈം ഇൻ സെക്കൻഡ്. ഏറ്റവും കൂടുതൽ എറർ വരുന്നത് അതാണ്. ടൈം സെക്കൻഡ് അല്ലാതെ മിനിറ്റിലൊക്കെ എഴുതി വെക്കും, ഫുള്ള് തെറ്റിപ്പോവും. അപ്പോൾ ടൈം ഇൻ സെക്കൻഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതുക. Q equal to IT. ഇതും ബോക്സിലാക്കി വെക്കണം, കാരണം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. കുഞ്ഞ് ഇക്വേഷൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, ഈ രണ്ട് ഇക്വേഷനെ ടെക്സ്റ്റ് ബുക്കിലേ ഉള്ളൂ. പക്ഷെ നമ്മൾ സൊല്യൂഷനിൽ 3 ഇക്വേഷൻ എക്സ്ട്രാ തന്ന ഓർമ്മയുണ്ടോ? ആൽഫയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അത് എന്തായിരുന്നു? ഇക്വിലിബ്രിയത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. സ്കൂളിൽ തരണമെന്നില്ല, കാരണം എന്താണ്? ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുപോലെ ഇവിടെയും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസും ഇതൊക്കെ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്. W is equal to m by nf into IT. W is equal to m by nf into IT. ഒന്ന് എഴുതി വെക്കാം. W is equal to m by nf into IT. ഇപ്പൊ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ഇക്വേഷൻ എഴുതി വെക്കണം. ഈ ഇക്വേഷൻ മാത്രമല്ല ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തെഴുതി വെക്കണം? ഇത് എഴുതണം, ഇത് എഴുതണം, ഇത് എഴുതണം, അല്ലെങ്കിൽ മാർക്ക് വരില്ല. ഇത് എഴുതി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പക്ഷെ അതല്ല, ഇത് ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്, ഈ ഇക്വേഷൻ വരുന്നത്. W is equal to m by nf into IT.
W ഈക്വൽ ടു M/NF ഇൻറ്റു IT. നിങ്ങൾ പേടിക്കണ്ട, ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തേക്കുന്നതും അതിന്റെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞ രണ്ട് മെത്തേഡിലും ചെയ്തു വെക്കും കേട്ടോ. ഓക്കെ, കാരണം ഈ ക്വസ്റ്റ്യൻ പഠിപ്പിക്കാൻ കാരണം ഇത് അല്ലാതെ ചെയ്യുമ്പോൾ എറർ വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്, ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യും. ഒറ്റയടിക്ക് മറ്റേത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം, ഞാൻ അന്ന് പറഞ്ഞല്ലോ സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് ആ ലാസ്റ്റത്തെ ചാപ്റ്റർ നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ പോയിട്ട് ആ എല്ലാ ഇക്വേഷൻസും പുതിയ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇക്വേഷൻ ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കണം? ആ ഇക്വേഷന്റെ ഇത് എന്താണ്, ഇപ്പൊ ഒരു മോളിക്യൂൾ ചോദിക്കുകയാണ്, ഇപ്പൊ NaOH ചോദിക്കുന്നു, അതിന്റെ ഇക്വേഷൻസ് എങ്ങനെ വെള്ളത്തിലിട്ടാൽ ഉണ്ടാവുന്നത് തന്നെ എഴുതിയിട്ട് ഉണ്ടാക്കണം, എക്സ് വെച്ചിട്ട് ഉണ്ടാക്കണം. അപ്പൊ അതിന് പകരമാണ് റെഡിമെയ്ഡ് തന്നത്. അതുപോലെയാണ് ഇത് തരുന്നത് കേട്ടോ. ഓക്കെ, ഇക്വേഷൻ എഴുതി വെക്കുക, W ഈക്വൽ ടു M/NF ഇൻറ്റു IT. ഇനി ഗൈഡുകളിൽ പോകുമ്പോൾ മിക്ക ബുക്കുകളിലും ഈ M/NF കൊടുക്കുന്ന Z എന്നാണ്, ZIT എന്നായിരിക്കും. പക്ഷെ അത് ഉപയോഗിക്കാത്തതിന്റെ കാരണം അതൊരു എക്സ്ട്രാ വേർഡ് ആയിട്ട് വരണ്ട, ഇനി ഈ Z എന്താണ് എന്നുള്ളത് വേണ്ട, ZIT എന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഈ സംഭവത്തിന് തന്നെ. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. എവിടെയെങ്കിലും ZIT കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടോട്ടൽ വാല്യൂവിനെ ഒരുമിച്ച് അവർ Z എന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ, W ഇനി ഓരോന്ന് എഴുതി വെച്ചു കേട്ടോ. W എന്താന്ന് എഴുതണം കേട്ടോ. W ഹൈഫൺ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ എ ഇലക്ട്രോഡ്. W എന്താന്ന് എഴുതണം കേട്ടോ. W മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ എ ഇലക്ട്രോഡ്. മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ എ ഇലക്ട്രോഡ്. അങ്ങനെ തന്നെ എടുത്തെഴുതണം. മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ എ ഇലക്ട്രോഡ്. നെക്സ്റ്റ് ഈ M എന്തായിരുന്നു? ആറ്റമിക് മാസ് കേട്ടോ. എല്ലാം ഒന്ന് എടുത്തെഴുതി വെച്ചു. M ആറ്റമിക് മാസ്. ബാക്കിയുള്ളത് നമ്മൾ എഴുതിയതാണ്. I എന്തായിരുന്നു? കറണ്ട്. T ടൈം ഇൻ സെക്കൻഡ്. F എന്തായിരുന്നു? ഫാരഡേ കോൺസ്റ്റന്റ് 96500 കേട്ടോ. ഓക്കെ, N നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് വേറെ വ്യത്യാസമൊന്നുമില്ല, ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്, ഇത് വേറെ ഒന്നുമല്ല, ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഇക്വേഷൻ ആണ് ഇത് കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇതിന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം, എന്നാലേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 2.10 ആണ്. എക്സാമ്പിൾ 2.10 ക്വസ്റ്റ്യൻ എഴുതണം. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു. എ സൊല്യൂഷൻ ഓഫ് CuSO4. എ സൊല്യൂഷൻ ഓഫ് CuSO4. എ സൊല്യൂഷൻ ഓഫ് CuSO4 കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ. എ സൊല്യൂഷൻ ഓഫ് CuSO4 ഈസ് ഇലക്ട്രോലൈസ്ഡ് ഫോർ 10 minutes. A solution of CuSO4 is electrolyzed for 10 minutes with a current of 1.5 ampere. With a current of 1.5 ampere. Full stop. What is the mass of copper? What is the mass of copper? What is the mass of copper deposited at the cathode? What is the mass of copper deposited at the cathode? What is the mass of copper deposited at the cathode? That's the question. ഇനി ആറ്റമിക് മാസ് അവർ തരും. നേരത്തെ കണ്ടതാണ് ആറ്റമിക് മാസ് ഓഫ് കോപ്പർ. ബ്രാക്കറ്റിൽ എഴുതി വെച്ചേ. ആറ്റമിക് മാസ് ഓഫ് കോപ്പർ എക്സാമിന് അവർ തരും. ഇവിടെ ഇപ്പൊ തന്നിട്ടില്ല. ആറ്റമിക് മാസ് ഓഫ് കോപ്പർ എത്രയാ? 63. ആറ്റമിക് മാസ് ഓഫ് കോപ്പർ 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 63. അപ്പോ ഇത് ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന മെത്തേഡിൽ ചെയ്യാം, പിന്നെ എളുപ്പമുള്ള മെത്തേഡും പറയാം കേട്ടോ. ഓർത്ത് നോക്കുക, രണ്ട് മെത്തേഡും പറയാം. പക്ഷെ രണ്ടാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നതിൽ സെക്കൻഡ് മെത്തേഡ് ആണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള W വെച്ചുള്ളത്. അത് ആണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. എന്താണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓർത്ത് നോക്കുക, ആ ചോദ്യത്തിന്റെ ലാസ്റ്റ് ടൈം എന്താ? W ആണ് ആക്ച്വലി അല്ലെ. എന്താണ്? മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ്. W ഈക്വൽ ടു ഈ ഇക്വേഷൻ എഴുതാം, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഒരു മെത്തേഡ്. അല്ലാത്ത മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് കേട്ടോ. ഓർത്ത് നോക്കുക, ഫസ്റ്റ് മെത്തേഡിൽ ആദ്യം ഈ രണ്ട് ഇക്വേഷൻ എഴുതി വെച്ചേ. ആൻസർ കീല് ഈ രണ്ട് ഇക്വേഷൻ എഴുതി കേട്ടോ. ഫസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻ, ഇത് വേണ്ട, ലാസ്റ്റത്തെ വേണ്ട. F equal to M/N, Q equal to IT.
അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പൊ തന്നെ ഇക്വേഷൻ എഴുതി വെച്ചേക്കണം, ബോക്സ് ഒക്കെ ഇട്ട് വെച്ചേക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. ബോക്സ് ഒക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ആദ്യമേ തന്നെ ഇക്വേഷൻ എഴുതി വെച്ചു. ഇനി ഇതിൽ നിന്ന് ഐ എത്രയാണ്? ഐ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ എത്രയാ? തന്നേക്കുന്ന വാല്യൂ എടുത്ത് ഇടുന്ന ഒരു പ്രോസസ് ഉണ്ട് അല്ലെ. ഐ ഈക്വൽ ടു 1.5. ടി എത്രയാ? വേഗം പറഞ്ഞേ. ഐ എടുത്തെഴുതി 1.5 ആംപിയർ. ടി എന്ന് പറയുന്ന സമയത്ത് 6 എത്ര 10 മിനിറ്റ് അല്ലേ? അപ്പൊ 10 into 60, അപ്പോ 600 എന്ന് എഴുതിയേക്കാം. 600 സെക്കൻഡ് അല്ലെ, സെക്കൻഡ് ഇത്ര എഴുതി വെച്ചു. ഇവിടെ അത് തീർന്നു. ദെൻ നെക്സ്റ്റ് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം എന്താ, Q ഈക്വൽ ടു ഐ ടി അല്ലേ, 1.5 into 600 ഇങ്ങനെ തന്നെ എഴുതി വെക്കാം. 600 എന്ന് പറഞ്ഞാൽ എഴുതി വെക്കാം. Q ഈക്വൽ ടു 1.5 into 600. ഓക്കെ, അത്ര എന്തായിരിക്കും കിട്ടുക? ഇതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? കൊളു. ഇതിന്റെ യൂണിറ്റ് എന്താ? കൊളു. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? F ഈക്വൽ ടു M by N. അപ്പൊ F ഈക്വൽ ടു എന്ത് കൊടുക്കും? M. M എത്രയാ? 63/2 ഗ്രാം ഓഫ് കോപ്പർ. അപ്പൊ 1 ഫാരഡേ കൊടുത്താൽ എത്ര കിട്ടും? 63/2 ഗ്രാം ഓഫ് കോപ്പർ. ദെൻ എഫിന് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തായിരിക്കും? 96500 കോളും കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 63/2 ഗ്രാം ഓഫ് Cu അല്ലെ. 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ എത്ര കൊളുമ്പാ അല്ലെ? 96500 കൊളുമ്പാണ്. ദെൻ 1 കൊളുമ്പ് ഈക്വൽ ടു എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ 1 കൊളുമ്പ് കൊടുത്താൽ എത്ര കിട്ടും? 63/2 into 96500 അല്ലെ, ഗ്രാം ഓഫ് Cu ഉണ്ടോ? 1 കൊളുമ്പ്. എന്തിനാ 1 കൊളുമ്പിലേക്ക് കൊണ്ടുവന്നേ ഞാൻ? നമുക്ക് എത്ര കൊളുമ്പ് ഉണ്ടായിരുന്നു? ഉണ്ടോ? ഇത്രയും കൊളുമ്പ ഉള്ളത് അല്ലെ, ഇത്രയും കൊളുമ്പ ഉള്ളത്. അപ്പോ therefore ഫൈനലിലേക്ക് എഴുതാണ്, നമുക്ക് എത്ര ഗ്രാം ഓഫ് കോപ്പർ ഡെപ്പോസിറ്റ് ഇൻ ഇലക്ട്രോഡ് എന്നാണ് കണ്ടെത്തുന്നത് അല്ലെ. therefore എന്ത് കൊടുക്കും? 1.5 into 600 കൊളുമ്പ് ഈക്വൽ ടു എത്ര വരും? 63/2 into 96500 into എന്ത് വരും? 1.5 into 600 ഗ്രാം ഓഫ് കോപ്പർ. ഗ്രാം ഓഫ് കോപ്പർ ഉണ്ടോ? ഓക്കെ. അപ്പോ ആദ്യം എന്ത് ചെയ്തു? 1 കൊളുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ഏരിയ കണ്ടെത്തി അല്ലെ. ഓക്കെ. നെക്സ്റ്റ് ഇതിന്റെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അവര് എടുത്തേക്കുന്ന ഫാരഡേ കോൺസ്റ്റന്റ് 96487 ആണ്. അതുകൊണ്ട് ചെറിയ വേരിയേഷൻ വരാം. എന്നാലും ഇവിടെ കൊടുത്തേക്കുന്ന വാല്യൂ 0.2938 0.293 ആണ് കൊടുക്കാം. 0.293 ഗ്രാം ഇതാണ് കിട്ടുന്നത്. 0.293 ഗ്രാം. ഓക്കെ. അപ്പോ എവിടെ നിന്ന് തൊട്ട് തുടങ്ങി? അവരിത് രണ്ടും തന്നു, Q കണ്ടെത്തി. Q എന്ന് പറഞ്ഞാൽ ഇത്രയും ചാർജ് ഉണ്ട്, അത്രയും ചാർജ് ആണ് കൊടുക്കുന്നത്. അത്രയും ചാർജ് കൊടുക്കുമ്പോ എത്ര ഗ്രാം ഡെപ്പോസിറ്റഡ് ആയി അല്ലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഈ കൊളുമ്പ് തമ്മിലുള്ള റിലേഷൻ ആണിത് കണ്ടോ. ഫാരഡേ എന്ന് പറയുമ്പോൾ അതിനെ കൊളുമ്പിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇത്രയും കൊളുമ്പ് ഈക്വൽ ടു ഇത്രയാണെങ്കിൽ 1 കൊളുമ്പ് ഈക്വൽ ടു അല്ലെ ഇത് വന്നു. ഓർത്തൊക്കെ ഇതിനെയാണ് Z എന്ന് വിളിക്കുന്നത്, ഇതിനെയാണ് Z ലേക്ക് എത്തുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു അല്ലെ. therefore ഇവിടെ തന്നിരിക്കുന്ന കൊളുമ്പ് ഈക്വൽ ടു ഇത്രയും ഗ്രാം ഓഫ് കോപ്പർ അല്ലെ ഡെപ്പോസിറ്റഡ്. ഇത്രയും ഗ്രാം ഓഫ് കോപ്പർ എന്ന് എഴുതാം. കോപ്പർ ഡെപ്പോസിറ്റഡ് ഇൻ ഇലക്ട്രോഡ്. ഓക്കെ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത്രയും പേര് എടുത്ത് എഴുതണം കേട്ടോ എല്ലാവരും. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വിസിബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും പറയണേ പറഞ്ഞുതരാം കേട്ടോ. കാണാൻ പറ്റുന്ന കരുതാം. ഡൗട്ട് ഉണ്ടോ? ചോദിച്ചു. ഇല്ല, കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? എത്ര എന്ത് പറ്റി വിഷമിച്ചിരിക്കണം? ഓക്കെ. തലവേദന ഉണ്ടാ? ഓക്കെ. മൈഗ്രെയിൻ ഉണ്ടോ? ഇല്ല. ഓക്കെ. മൈഗ്രെയിൻ അടിക്കാനല്ലേ. ദെൻ ഇത്രയും വരെ ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഓൾട്ടർനേറ്റ് മെത്തേഡ്. ഒന്ന് എഴുതി വെച്ചേ. ഓൾട്ടർനേറ്റ് മെത്തേഡ്.
ഓൾട്ടർനേറ്റ് മെത്തേഡ്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. എന്തുകൊണ്ട് ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് കൂടി പറയാം കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ കൂടും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതും കൂടി നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഓൾട്ടർനേറ്റ് മെത്തേഡ്. ഓൾട്ടർനേറ്റ് മെത്തേഡിൽ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ എഴുതും, എന്നിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ ഇതായിട്ട് എഴുതണം കേട്ടോ. ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് അണ്ടർലൈൻ ചെയ്യാം, എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻ അല്ല ഈ മൂന്ന് ഇക്വേഷൻ എഴുതി വെക്കും. ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് ഇക്വേഷൻ എഴുതി വെക്കും കേട്ടോ. ഓൾട്ടർനേറ്റ് മെത്തേഡ് അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് ഈ മൂന്ന് ഇക്വേഷൻസ് എഴുതി വെക്കുക. F equal to m by n, Q equal to IT, W is equal to m by nf into IT. W is equal to m by nf into IT. W is equal to m by nf into IT. W is equal to m by nf into IT. എന്നിട്ട് ദേ ഇവിടെ നോക്കിയേ, ഈ W is equal to m by nf into IT എന്ന് എഴുതിയിട്ട് W equal to m എത്രയായിരുന്നു 63 ഡിവൈഡഡ് ബൈ n എത്രയാ 2. ഫാരഡേ കോൺസ്റ്റന്റ് എത്രയാ 96500 ഇൻറ്റു I എത്രയാ 1.5 ഇൻറ്റു T എത്രയാ 600. ഇത് തന്നെയല്ലേ ലാസ്റ്റ് എഴുതിയേക്കുന്നത്, കണ്ടോ? വല്ല വ്യത്യാസം ഉണ്ടോ? വല്ല വ്യത്യാസം ഉണ്ടോ? ഇത് തന്നെ ഇതിരിക്കും. അപ്പോ എറർ വരാൻ ചാൻസ് കുറവാ, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പിന്റെ കണക്ഷൻ കിട്ടും, ഇല്ലെങ്കിൽ പെട്ടെന്ന് പോകും. പല കുട്ടികളും ഇവിടെ സ്റ്റെപ്പ് കവറുണ്ട്. 96500 കൊളംബിയസ് ഇക്വൽ ടു 63/2 gram ഈക്വൽ സൈൻ്റെ രണ്ട് സ്ഥലത്തും ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ആലോചിക്കും. അവിടെ സ്റ്റക്കായിട്ട് പലപ്പോഴും കണ്ടു സാറേ, ഈ ഈക്വലിന്റെ അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും രണ്ട് സ്ഥലത്തും ആൻസർ കറക്റ്റ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? മനസ്സിലായി? എന്തിനാ മൺകുളമ്പിലേക്ക് പോണേ? അങ്ങനെയൊക്കെ ആലോചിക്കും. അവിടെയാണ് പ്രശ്നങ്ങൾ വരാറ് കേട്ടോ. ഓർത്തോ, കാണുമ്പോൾ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ അവിടെ പ്രശ്നം വരും. ഇനി ഇത് തിരിച്ച് ഇവിടെ ഒരു ഈ ക്വസ്റ്റനിലില്ലേ, ഇതിൽ ഒരു W തരും, എന്നിട്ട് I ചോദിക്കും. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഈ സ്റ്റേറ്റ്മെന്റ് നേരെ തിരിയും. ഈ സ്റ്റേറ്റ്മെന്റില് ഈ 1 gram ഈസ് ഈക്വൽ ടു എത്ര കൊളുമ്പ് വരും, അങ്ങനെയാവും. മനസ്സിലായി? അത് ഓപ്പോസിറ്റ് ആവും. അപ്പൊ ഓരോ ക്വസ്റ്റനും ഇതെന്ത് ചെയ്യും? മാറ്റണം. പുതിയ പുതിയ ഇത് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവര് W തരും, W 3 gram, ഇത് തരും, ഇത് തരും, ഇത് തരും, ഇത് ചോദിക്കും. ബാക്കിയൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇതിലാവുമ്പോ അവരെന്ത് ചെയ്യേണ്ടി വരും? W തന്നിട്ടുണ്ടല്ലോ, W തന്നു കഴിഞ്ഞാൽ പിന്നെ ഈ W-ന്റെ വ്യൂവിൽ എഴുതണ്ടേ. എന്ന് പറഞ്ഞാൽ ഇത് 1 gram ഈസ് ഈക്വൽ ടു എത്ര വരും? 96500 ഇൻറ്റു എത്ര വരും? 2/63 gram. അത്രയും ഡെപ്പോസിറ്റ് ചെയ്തു. എന്ത്? 1 gram കൊടുത്തു കഴിഞ്ഞപ്പോ. Therefore ഇവിടെ 2 gram ആണെങ്കിൽ ഇക്വേഷൻ മാറി. കണ്ടോ? ഓർത്ത് നോക്കുക. അങ്ങനെ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേരിയേഷൻ വരും ഈ ഒരു സ്റ്റെപ്പുകളിൽ. ഇതാണെങ്കിൽ ഒറ്റയടിക്ക് കിട്ടി. ഇനി ആൻസർ എഴുതി വെച്ചോ. ഇതിന്റെ താഴെ എത്രയാ? 0.293 gram ഓഫ് കോപ്പർ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ എറർ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഇത് എഴുതി ഇതിന്റെ ഡെറിവേഷനാണ്, അതുകൊണ്ട് ഫുൾ മാർക്ക് തരും. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ ഈ 3 എന്ന് വരും. ഇവിടെ നിന്ന് വിട്ടുള്ളതാണ് എഴുതാത്തത്. ഓക്കെ, അതിന് പകരം എന്ത് ചെയ്തിട്ടുണ്ട്? ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇത് ലീഗലി അപ്രൂവ്ഡ് ആണ് ആക്ച്വലി. ഇതാണ് ഹൈ എൻഡ്. അതിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത് തന്നെ അവർ ക്യാൻസൽ ചെയ്തിട്ട് എഴുതി തരും വെക്കും. മനസ്സിലായി? നേരെ എഴുതി വെക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഞാനിപ്പോൾ എഴുതിയേക്കുന്നില്ലേ, അതൊന്നുമില്ല, നേരെ ഈ ലാസ്റ്റത്തെയാണ്. അതെങ്ങനെ വന്നൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയേക്കുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അവരെന്താ ചെയ്യണമെന്ന് അറിയോ? നേരെ ഇക്വേഷനിലേക്ക് എത്തും. എങ്ങനെ വന്നു? അത് വന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായി? അതെ, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കണ്ടോ, അവര് പെട്ടെന്ന് കൊണ്ടുപോകും. ഡെപ്പോസിറ്റഡ് ഒറ്റ വേർഡാണ് അവര്. വി റിക്വയർഡ് 2F or 2 into 96487 C2 deposited 1 mole or 63 gram of Ca for 900 C. The mass of copper deposited. എന്നിട്ട് ലാസ്റ്റ് ഇക്വേഷൻ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയേക്കുന്ന വേർഡ് നിങ്ങൾ എക്സാമ്പിൾ 2.10 നോക്കുക. അത് ഇതുപോലെ സ്റ്റെപ്പ് ആയിട്ടൊന്നുമല്ല. അവർ എഴുതിയേക്കുന്ന ഒറ്റ വേർഡാണ്. വി റിക്വയർഡ് 2 Faraday or 2 into 96487 gram carbon to deposited 1 mole of or 63 gram of copper. Therefore എന്ന് പറഞ്ഞ ഒറ്റ ഇക്വേഷൻ ആണ് ഇത്. ഈ സ്റ്റെപ്പ് എഴുതിയോണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ. മനസ്സിലായി? അപ്പോ നോർമലി ഈ സ്റ്റെപ്പ് ഞാൻ ഓർഡറിൽ പതുക്കനെ കണക്ട് ചെയ്ത് എഴുതിയേക്കുന്ന. അതിന് ഒരു 2 ലൈനുള്ളൂ. ഇതുണ്ടോ, 2 ലൈൻ ലാസ്റ്റ് ആൻസറിലേക്ക്. അപ്പോ അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് സമയമുള്ളൂ, ഓൺലൈനിൽ പോകരുത് കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാവരും വേഗം ഇക്വേഷൻ എഴുതാം, എന്നിട്ട് വേഗം പോകാം കേട്ടോ. ഓക്കെ, വേഗം എടുത്തേ കേട്ടോ. 1 മിനിറ്റ്, ആരും പോകരുത് കേട്ടോ. 1 മിനിറ്റ്.